രാമ ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. ശ്രീഗുരും കരുണാമൂർത്തിം വന്ദേ സർവശുഭാസ്പദം. യേന ജ്ഞാനപ്രകാശേന ദർശിതം ഭഗവൽപദം. ശ്രീമദ്ഗുരുചരണാരവിന്ദാഭ്യാം നമഃ. മഹാഗണപതയേ ശരണം. സംസരസ്വത്യൈ നമഃ. ജാനകീകാന്തസ്മരണം ജയ ജയ രാമ രാമ. ഗോപികാജീവനസ്മരണം ഗോവിന്ദ ഗോവിന്ദ. സ്വാമിയേ ശരണമയ്യപ്പ. ഹര ഹരോ ഹര. പീതാംബരം കരവിരാജിതചക്രശംഖകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ഗുരുവായൂരപ്പാ ശരണം. പിഞ്ചാവതം സമദസീ കുസുമാവഭാസം പീതാംബരം ഭുവനമോഹനമന്ദഹാസം ശംഖാരിപങ്കജഗദാധരം ആത്മസൗഖ്യസന്ദായകം ഗുരുപുരേശ്വരമാശ്രയാമി. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ഗുരുവായൂരപ്പാ ശരണം. ശ്രീകൃഷ്ണ ശരണം. ശ്രീമദ് ഭാഗവത സപ്താഹരംഗത്തിൽ രണ്ടാം സുദിനം. ഇന്നലെ വിദുര മൈത്രേയ സംവാദ രൂപത്തിൽ സർഗം എന്ന ലക്ഷണത്തോടുകൂടിയ ഭഗവാന്റെ സൃഷ്ടിവിധാനങ്ങളെക്കുറിച്ച് അനുസ്മരിക്കുമ്പോൾ സൃഷ്ടിയുടെ മധ്യത്തിലായി സൃഷ്ടികർത്താവായ ബ്രഹ്മാവിൻ്റെ നാസികാദ്വാരത്തിൽ നിന്ന് ഭഗവാൻ യജ്ഞ വരാഹസ്വരൂപമായി അവതരിച്ചു എന്നും ആ ശ്വേതവരാഹമൂർത്തിയായ ഭഗവാൻ തൻ്റെ ഘ്രാണശക്തി കൊണ്ട് രസാതലത്തിൽ നിന്നും ഭൂമിദേവിയെ ഉദ്ധരിച്ച് സ്വസ്ഥാനത്തേക്ക് സ്ഥാപിച്ചു എന്നും ബ്രഹ്മാദിദേവന്മാർ ജ്ഞാനഗുരുവായി വിദ്യാഗുരുവായി ആ വരാഹമൂർത്തിയെ നമസ്കരിച്ച് സ്തുതിച്ചു എന്നുമാണ് നമ്മൾ അനുസ്മരിച്ച് നിർത്തിയത്. എല്ലാ തരത്തിലും വരാഹസ്വരൂപനായ ഭഗവാൻ തന്നെ സ്തുതിച്ച സകല യാജ്ഞികന്മാർക്കും ഭക്തന്മാർക്കും ദേവന്മാർക്കും അനുഗ്രഹത്തെ ചുരിഞ്ഞു എന്ന് വർണ്ണിച്ച് വരാഹമൂർത്തിയുടെ ആ അവതാരചരിതത്തെ വിദുരന്റെ മുൻപിൽ മൈത്രേയ മഹർഷി പാടി സമർപ്പിച്ചു. യ ഏവമേതാം ഹരിമേധസോ ഹരേ കഥാം സുഭദ്രാം കഥനീയമായിന ശൃണ്വീത ഭക്തിയാ ശ്രവയേതവോഷതിം ജനാർദ്ദനോ അസ്യാശു ഹൃദി പ്രസീദതി. ഭഗവാന്റെ ആ കൃപാകടാക്ഷം, പ്രസാദം, അത് ഒരു ജീവൻ അനുഭവിക്കാൻ സാധിക്കും ഈ വരാഹാവതാര ചരിതത്തെ കേട്ടുകഴിഞ്ഞാൽ എന്ന് പറഞ്ഞ് ഭഗവാന്റെ വരാഹാവതാര കഥയെ മൈത്രേയ മഹർഷി സമർപ്പിക്കുന്ന വേളയിൽ ഒരു വാക്ക് അവിടെ സൂചിപ്പിച്ചു. വരാഹസ്വരൂപിയായ ഭഗവാൻ ഭൂമിദേവിയെ ഉദ്ധരിക്കുന്നത് കണ്ട് ഭഗവാനെതിരെ യുദ്ധത്തിനായി വന്നു ഹിരണ്യാക്ഷൻ എന്ന അസുരൻ. ഭഗവാൻ ആ ഹിരണ്യാക്ഷനെ യുദ്ധ രംഗത്തിൽ വെച്ച് നിഗ്രഹിക്കുകയുണ്ടായി എന്ന് സൂചിപ്പിച്ചു. അവിടെയാണ് കഥ കേൾക്കുന്ന വിദുര മഹാശയൻ മൈത്രേയ മഹർഷിയോട് ഒരു സംശയം ചോദിക്കുന്നത്. എന്താ അദ്ദേഹത്തിൻ്റെ സംശയം? ഈ ആദിദൈത്യോ ഹിരണ്യാക്ഷോഹത ഇത്യനുശുശ്രുമ. ഞാനും കേട്ടിട്ടുണ്ട് ഹിരണ്യാക്ഷനെ വരാഹമൂർത്തി വധിച്ചു എന്ന കഥ.
എനിക്കൊരു സംശയമുണ്ട് ഗുരുനാഥ. എന്താ സംശയം? ഈ ഹിരണ്യാക്ഷൻ, അതുപോലെ ഹിരണ്യാക്ഷന്റെ സഹോദരനാണ് ആര്? ഹിരണ്യകശിപു. ഇവര് രണ്ടാൾക്കാരും എന്തുകൊണ്ട് ഇത്ര ദുഷ്ടന്മാരായി? അല്ലേ? ദുഷ്ടത്തരം എന്ന് വെച്ചാൽ അവർക്ക് ഒറ്റ കാര്യത്തിലേ ദുഷ്ടത്തരുള്ളൂ. എന്ത്? ഭഗവാനോട് വിരോധമാണ് അവർക്ക്. എന്തുകൊണ്ടാണ് ഈ സഹോദരന്മാർക്ക് ഭഗവാനോട് ഇത്ര വിരോധം വന്നത്? ഇനി മറ്റൊരു സംശയമുണ്ട്. ജന്മാന്തരേ ഭവേത് പുണ്യം തഥാ ഭാഗവതം ലഭേൽ. ജന്മാന്തരങ്ങളിൽ പുണ്യമുള്ളവർക്കേ ഒന്ന് നാമം ജപിക്കാൻ തന്നെ സാധിക്കുള്ളൂ. ഒന്ന് ഭാഗവതം കാണാനോ കേൾക്കാനോ ഭാഗവതത്തിന് മുൻപിൽ എത്താനോ സാധിക്കുള്ളൂ എന്നിരിക്കെ വരാഹമൂർത്തിയായ ഭഗവാന്റെ മുൻപിൽ, നരസിംഹസ്വരൂപനായ ഭഗവാന്റെ മുൻപിൽ ഈ ഹിരണ്യാക്ഷനും ഹിരണ്യകശിപുവിനും എത്താൻ സാധിച്ചു. ആ ഭഗവാന്റെ തൃക്കരങ്ങളെ കൊണ്ട് ഉള്ളതായ സ്പർശനമേൽക്കാൻ സാധിച്ചു. ഭഗവാനെ കണ്ടുകൊണ്ട് മരിക്കാൻ സാധിച്ചു. അതൊരു ഭാഗ്യല്ലേ? അപ്പോ ഒരു ഭാഗത്ത് പരമദുഷ്ടന്മാരായി ഭഗവത് വിരോധികളായി ഈ ഹിരണ്യാക്ഷനും ഹിരണ്യകശിപുവും, എന്നാൽ മറുഭാഗത്ത് അവരുടെ ഭാഗ്യം ആലോചിച്ചാലോ, അവരെ പോലെ ഭാഗ്യവാന്മാര് വേറെയുണ്ടോ? എന്തുകൊണ്ടാണ് ഇവർ ഇത്ര ദുഷ്ടന്മാരായത്? എന്തുകൊണ്ടാണ് എന്നിട്ടും ഭഗവാൻ ഇവരെ അനുഗ്രഹിച്ചത്? ഇതാണ് വിദുരന്റെ സംശയം. എന്താണ് മോശാവാൻ കാരണം? എന്താണ് നന്നാവാൻ കാരണം? ഇത് ചോദിച്ചപ്പോ മോശാവാനുള്ള കാരണമാണ് ആദ്യം മൈത്രേയ മഹർഷി പറയുന്നത്. എന്താ മോശാവാനുള്ള കാരണം ആദ്യം പറയാൻ കാരണം എന്ന് വെച്ചാൽ അതാണ് എളുപ്പം, അല്ലേ? നന്നാവാൻ കുറച്ച് മെനക്കേടുണ്ട്, എന്നാൽ മോശാവാനോ ഒരു വിഷമവും ഇല്ല. മുണ്ടില് ചെളി പറ്റിക്കാൻ ഒരു വിഷമവും ഇല്ല. പക്ഷെ ചെളി കളയണമെങ്കിലോ അതിന് കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പൊ ഈ ലോകത്തിൽ ഏറ്റവും സുഖം മോശാവലാണ്, ഏറ്റവും എളുപ്പം മോശാവലാണ്. നന്നാക്കല് അത്ര സുഖമുള്ള കാര്യമല്ല, എളുപ്പമുള്ള കാര്യമല്ല. എന്തുകൊണ്ട് ഹിരണ്യകശിപുക്കള് ഈ ദുഷ്ട സ്വഭാവത്തിലേക്ക് മാറി? അതിന് രണ്ട് കാരണങ്ങൾ. ഒന്ന് അവരുടെ അച്ഛനമ്മമാര്, മറ്റൊന്ന് അവരുടെ പൂർവകർമ്മ വാസന. ആരാ ഹിരണ്യകശിപുക്കളുടെ അച്ഛനമ്മമാര്? കശ്യപ പ്രജാപതിയും ദിതിദേവിയുമാണ്. കശ്യപ പ്രജാപതി എന്ന താപസശ്രേഷ്ഠന്റെ അനേകം ഭാര്യമാരില് പ്രധാന പത്നീപദത്തെ അലങ്കരിച്ച സഹോദരിമാരാണ് ദിതിയും അദിതിയും. സഹോദരിമാരാണ്. ഇതില് ദിതിയുടെ ഉള്ളില് അസുര സ്വഭാവമാണ്, ആസുരികതയാണ് അധികം. അതുകൊണ്ട് ദിതിയിലുണ്ടാകുന്ന മക്കളൊക്കെ അസുരന്മാര്. അദിതിയുടെ ഉള്ളില് ദൈവീകതയാണ്. അതുകൊണ്ട് അതിഥിയിലുണ്ടാകുന്ന മക്കളൊക്കെ ദേവന്മാര്. ഭർത്താവ് ഒരാള് തന്നെ, ഭാര്യമാര് സഹോദരിമാരാണ്, പക്ഷേ ഉണ്ടാകുന്ന മക്കള് അസുരനും ദേവനും. ഇവിടെ ദിതി എന്ന ആ അസുരമാതാവിൻ്റെ ആസുരികമായ ഒരു ദാമ്പത്യ ജീവിതം, അതിനെയാണ് ഭാഗവതത്തിലെ തൃതീയ സ്കന്ധം 13-ാം അധ്യായത്തില് 14-ാം അധ്യായത്തിൽ നമുക്ക് കാട്ടിത്തരുന്നത്. കശ്യപ ദിതി സംവാദം എന്ന ചരിത്രത്തിൽ കൂടിയിട്ട് ഒരിക്കൽ സന്ധ്യാസമയത്ത് കശ്യപ പ്രജാപതി തൻ്റെ സന്ധ്യാവന്ദനാദി ക്രിയകളെല്ലാം കഴിഞ്ഞ് നിത്യമായിട്ട് താൻ ഉപാസിക്കുന്ന ആ ഭഗവാനെ ജപതപാദികളിൽ കൂടിയിട്ട് ഉപാസിച്ചു കൊണ്ടിരിക്കുന്ന സമയം അവിടേക്ക് കടന്നു വരുന്നു അസുരമാതാവായ ദിതി. തൻ്റെ ഉള്ളിൽ കയറിക്കൂടിയ ആ കാമം എന്ന വികാരത്തെ അടക്കാൻ പറ്റാതെ തപസ്വിയായ കശ്യപന്റെ മുൻപിലേക്ക് ദിതിദേവി കയറി വന്നു എന്ന് മാത്രല്ല, കശ്യപ പ്രജാപതിയോട് ദാമ്പത്യ ബന്ധത്തിൽ ഏർപ്പെടണമെന്നും പുത്രോത്പാദനം ചെയ്യണമെന്നും ദിതിദേവി ഒരു നാണവുമില്ലാതെ പറഞ്ഞു. ആ സമയത്ത് കശ്യപ പ്രജാപതി പറഞ്ഞു, ഹേ ദിതി, ഭർത്താവ് എന്ന നിലയ്ക്ക് നിന്റെ ഏത് ആവശ്യത്തെയും
ന്യായമുള്ളതാണെങ്കിൽ അംഗീകരിച്ച് തരേണ്ട കടമ എനിക്കുണ്ട്. പക്ഷേ ഇത് സന്ധ്യാസമയല്ലേ, എല്ലാത്തിനും അതിൻ്റെതായ നേരവും കാലവും ഒക്കെ ഇല്ലേ. സന്ധ്യാസമയത്ത് ദുഷിച്ച വിചാരവികാരങ്ങൾ മനസ്സിൽ പോലും പാടില്ല. കാമം മോശാണ് എന്നല്ല, പക്ഷേ അത് സന്ധ്യാസമയത്ത് വേണ്ട. സന്ധ്യാസമയം മനസ്സിൽ പോലും ഈ ദുഷിച്ച വികാരം പാടില്ല. അപ്പൊ പിന്നെ ഇത് പ്രവൃത്തിയിൽ പാടില്ല എന്നുള്ള കാര്യം പറയേണ്ടതുണ്ടോ? എന്താ ഈ സന്ധ്യക്ക് ഇത്ര പ്രാധാന്യം അല്ലേ? സന്ധ്യാസമയത്ത് കുറേ കാര്യം നമ്മൾ പറയാറില്ലേ? നഖം വെട്ടരുത്, മുടി വെട്ടരുത്, തുളസി അരിയരുത്, കുറേ കാര്യങ്ങൾ പറയാറുണ്ട്. എന്താ ഈ സന്ധ്യയ്ക്ക് ഇത് പ്രാധാന്യം? പലതും പാടില്ല എന്ന് പറയാറുണ്ട്. സന്ധ്യാസമയത്ത് ഉറങ്ങരുത്, സന്ധ്യാസമയത്ത് അങ്ങനെ ചെയ്യരുത്, ഇങ്ങനെ ചെയ്യരുത്. ഇതൊന്നും ചെയ്യരുത് എന്ന് പറയാൻ കാരണം എന്താ വെച്ചാൽ അതൊന്നും ചെയ്യണ്ട വെച്ചിട്ടല്ല. പിന്നെയോ, സന്ധ്യാസമയത്ത് അതിനൊന്നല്ല പ്രാധാന്യം വേണ്ടത്. ഇതിനൊന്നും അല്ല പ്രാധാന്യം വേണ്ടത് വെച്ചാൽ വേറെ എന്തോ ഒന്നിന് പ്രാധാന്യമുണ്ട്. എന്താ അത്? അതാണ് ഈശ്വരസ്മരണ അല്ലേ? സന്ധ്യാസമയം ആയിക്കഴിഞ്ഞാൽ വിളക്ക് കൊളുത്തി ഭഗവാന്റെ നാമം ജപിക്കുക, നാമജപം ചെയ്യുക, സന്ധ്യാനാമം ചൊല്ലുക. അപ്പോ സന്ധ്യാസമയത്തിന് വളരെയധികം പ്രാധാന്യം. സന്ധ്യാസമയം ഈശ്വരസ്മരണ കൊണ്ട് ധന്യമാക്കണം നമ്മുടെ ജീവിതത്തിൽ. അതെന്തിനാ ഈ സന്ധ്യാസമയത്ത് ഈശ്വരനെ സ്മരിക്കണം എന്ന് പറയണത്? എല്ലാ സമയത്തും വേണം, സന്ധ്യയ്ക്ക് കുറച്ചധികം പ്രാധാന്യമുണ്ട്. എന്താ വെച്ചാൽ കിഴക്ക് ഭാഗത്ത് ഉദിച്ച് പടിഞ്ഞാറ് ഭാഗത്ത് ഓരോ ദിവസവും സൂര്യൻ അസ്തമിക്കുമ്പോൾ നമ്മളുടെ ജീവിതത്തിലെ ഓരോ ദിവസത്തെ ആയുസ്സിനെയാണ് സൂര്യദേവൻ കടമെടുത്തു കൊണ്ടുപോകുന്നത്. ഓരോ ഉദയവും ആദിത്യസ്യ ഗതാഗതൈരഹരഹ സംക്ഷീയതേ ജീവിതം. ഓരോ ഉദയവും ഓരോ അസ്തമനവും നമ്മളുടെ ആയുസ്സിനെ കണക്കെടുക്കുകയാണ് സൂര്യദേവൻ. എന്ന് മാത്രല്ല, എപ്രകാരമാണോ സൂര്യൻ കിഴക്ക് ഉദിച്ച് പടിഞ്ഞാറ് അസ്തമിക്കുന്നത്, അതുപോലെ തന്നെയാണ് നമ്മളുടെ ജീവിതവും അല്ലേ? ജനനം എന്ന ഉദയവും മരണം എന്ന അസ്തമനവും, വാർദ്ധക്യം എന്ന ജീവിത സായാഹ്നവും, യൗവനം എന്നുള്ളതായ അഹങ്കാരം പിടിച്ച ചോര ചൂടേറിയതായ ആ മധ്യാഹ്നവും, ബാല്യം എന്നുള്ളതായ പ്രഭാതവും ഒക്കെ നമ്മുടെ ജീവിതത്തിലുണ്ട് എന്നുണ്ടെങ്കിൽ ഇന്നുള്ള സന്ധ്യാസമയം ഈശ്വരസ്മരണയോടെ ധന്യമാക്കിയാൽ നമ്മുടെ ജീവിത സന്ധ്യയിൽ നമുക്ക് ഭഗവാനെ ഓർക്കാം. ഇങ്ങനെയൊന്നും പറഞ്ഞാൽ മനസ്സിലാവണില്ലെങ്കിൽ വയസ്സാം കാലത്ത് നാമം ജപിച്ച് ഭഗവാനെ ഓർത്തിരിക്കാം എന്ന് അർത്ഥം. എന്തിനായി വയസ്സാം കാലത്ത് നാമം ജപിച്ച് ഭഗവാനെ ഓർത്തിരിക്കുന്നത് വെച്ചാൽ വേറെ ഒന്നിനും കൊള്ളാണ്ടാവുമല്ലോ. അപ്പോ അല്ലേ, വേറെ ഒന്നിനും കൊള്ളാണ്ടാവുമ്പോ പിന്നെ കൊള്ളുന്ന ഒരു പരിപാടിയുണ്ട്. എന്താ? വൃദ്ധസ്ഥാവൽ ചിന്താമഗ്ന. വേറെ ഒന്നിനും കൊള്ളാണ്ടാവുമ്പോ പിന്നെ നമ്മൾ ചെയ്യുന്ന ഒരു പരിപാടി എന്താ വെച്ചാൽ മനസ്സിലിങ്ങനെ ഓരോന്നിട്ടിട്ട് വേവലാതി പിടിക്കുക. അപ്പോൾ ഈ വേവലാതി കുറക്കണമെങ്കിൽ, മനസ്സിന് ഒരു സമാധാനം കിട്ടണമെങ്കിൽ ഒറ്റ വഴിയേ ഉള്ളൂ, ഈശ്വരസ്മരണ ചെയ്യുക അല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കുക. എന്ത് ചിന്തിക്കുമ്പോഴാണ് നമ്മളെ മനസ്സിന് അല്പം ഒരു സമാധാനം കിട്ടുന്നത്? എന്തിനെ ചിന്തിക്കുമ്പോഴാണ് നമ്മുടെ മനസ്സിനൊരു ആശ്വാസം കിട്ടുന്നത് ഈ ലോകത്തിൽ? സമ്പത്തിനെ കുറിച്ച് ചിന്തിച്ചാൽ മനസ്സിന് സമാധാനം കിട്ടുന്നുണ്ടോ? വീടിനെ കുറിച്ച് ഇങ്ങനെ ചിന്തിച്ചാൽ സമാധാനം കിട്ടുന്നുണ്ടോ? വാങ്ങിയ കാറിനെ കുറിച്ച് ചിന്തിച്ചാൽ സമാധാനം കിട്ടുന്നുണ്ടോ? മക്കളെ കുറിച്ച് ചിന്തിച്ചാൽ സമാധാനം കിട്ടുന്നുണ്ടോ? ഇല്ല എന്നാണ് ഉത്തരം എന്നുണ്ടെങ്കിൽ ഭഗവാനെ കുറിച്ചൊന്ന് ചിന്തിക്കൂ. ഈശ്വര സ്മരണ ഒന്ന് ഹൃദയത്തിൽ വരട്ടെ. അപ്പോഴാണ് അല്പം ഒരു തണല്, അല്പം ഒരു കുളിര് ഹൃദയത്തിന് എന്നുണ്ടെങ്കിൽ അന്തേ നാരായണ സ്മൃതി. ആ ഈശ്വര സ്മരണയോടെ ജീവിതസന്ധ്യ ധന്യമാക്കണമെങ്കിൽ എന്ത് വേണം?
ഇന്നുള്ള സന്ധ്യാസമയങ്ങളൊക്കെ ഭഗവാനെ സ്മരിക്കണം. എന്നു മാത്രമല്ല, സന്ധ്യാസമയത്തൊരു ഘോഷയാത്ര കടന്നു പോകുന്നുണ്ട് എന്നാ കശ്യപ പ്രജാപതി പറയുന്നത്. ആരാ ഈ ഘോഷയാത്ര നയിക്കുന്നത്? കാലനാഥൻ, കാലഭൈരവൻ, മഹാദേവൻ. ആ മഹാദേവൻ വിശ്വനാഥൻ എന്താ ചെയ്യണത് വെച്ചാൽ, ശ്മശാന ചക്രാനിലധൂളിധൂമ്ര വികീർണ വിദ്യോദജടാകലാപ ഭസ്മാവഗുണ്ഠാമളരുക്കുമദേഹോ ദേവ ത്രിഭി പശ്യതി ദേവരസ്തേ. മുക്കണ്ണനായ മഹാദേവൻ തൻ്റെ ആ ശരീരത്തില് ശ്മശാനങ്ങളിൽ നിന്ന് ശേഖരിച്ചതായ ശവഭസ്മം, ചുടലഭസ്മം ശരീരം മുഴുവൻ തേച്ചു പിടിപ്പിച്ച് തൻ്റെ നന്ദീശ്വരൻ തുടങ്ങിയതായ ഭൂതഗണങ്ങളോടൊപ്പം സന്ധ്യാസമയത്ത് നാമം ജപിച്ചുകൊണ്ടൊരു ഘോഷയാത്ര പതിവുണ്ടത്രേ. അപ്പോ സന്ധ്യാസമയത്ത് ഈ മഹാദേവനും ഭൂതഗണങ്ങളും ഘോഷയാത്ര നടത്തുന്നത് കൊണ്ട്, ശ്മശാനങ്ങളിൽ നിന്ന് ശ്മശാനങ്ങളിലേക്ക് മാറി മാറി പോകുന്നത് കൊണ്ട് ആ രുദ്രഭൂമി എന്നുള്ളതായ പേര് ശ്മശാനത്തിന് വന്നു ചേർന്നു. ശ്മശാനത്തിന് രുദ്രഭൂമി എന്നൊരു പേര് കൂടിയുണ്ട്. എല്ലാ തരത്തിലും ആ മഹാദേവന്റെ കടാക്ഷം ലഭിക്കാൻ സന്ധ്യാസമയത്ത് നാമം ജപിക്കണം. അതുകൊണ്ട് സന്ധ്യാനാമത്തിനും സന്ധ്യാദീപത്തിനുമൊക്കെ വളരെയധികം പ്രാധാന്യം നമ്മുടെ സനാതനധർമ്മത്തിലുണ്ട്. എന്തിനാ സന്ധ്യയ്ക്കും രാവിലെയൊക്കെ വിളക്ക് കൊളുത്തണം എന്ന് പറയണത് എന്നാണെങ്കിൽ, അതൊരു നന്ദി പ്രകടനമാണ് അല്ലേ? ഇന്നലെ സൂചിപ്പിച്ചതുപോലെ ഒരാൾക്ക് നമ്മൾ ടോർച്ചടിച്ച് കാണിച്ചു കൊടുത്തു വിചാരിക്കുക. സ്റ്റെപ്പ് ഇറങ്ങാൻ വേണ്ടിയിട്ട് ടോർച്ച് മുകളിൽ നിന്ന് ഇങ്ങനെ കാണിച്ചു കൊടുത്തു. അടിയിലുള്ള സ്റ്റെപ്പും കഴിഞ്ഞപ്പോൾ അയാൾ ഒരൊറ്റ നടത്തങ്ങ് നടന്നു വിചാരിച്ചാൽ നമുക്ക് ഇന്നലെ പറഞ്ഞതുപോലെ നന്ദിയില്ലാത്ത ഒരു തോന്നലുണ്ടാവും. അപ്പോൾ അല്പസമയത്തേക്ക് ഒരു ടോർച്ച് കാണിച്ച് വെളിച്ചം കൊടുക്കുമ്പോഴേക്കും നമുക്ക് താങ്ക്സ് കേൾക്കണം. ഈ ബൾബൊക്കെ ഇങ്ങനെ ഇട്ട് വെച്ചാൽ ഉറപ്പാണ് അടുത്ത മാസത്തെ ബില്ലില് KSEBക്കാര് ഇതൊക്കെ കൃത്യമായിട്ട് കണക്കാക്കും. അവർക്ക് സപ്താഹയജ്ഞെന്നൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. അപ്പൊ പറഞ്ഞു വരുന്നത് വേറൊന്നുമല്ല, ഈ ചെറിയൊരു ബൾബിന്റെ പ്രകാശത്തിന് നമ്മൾ മാസം ഇത്ര പണം കൊടുക്കണമെങ്കിൽ സൂര്യദേവന് ഇപ്പൊ ഏകദേശം എത്ര ബില്ലുണ്ടാവും നമ്മൾ കൊടുക്കാൻ അല്ലേ? 5 പൈസ അയാൾ നമ്മളോട് വാങ്ങണില്ല. അപ്പോ ഒരു പണവും വാങ്ങാതെ നമുക്ക് ഇത്രയ്ക്കൊക്കെ പ്രകാശവും അനുഗ്രഹവും ആ സൂര്യദേവൻ ചെയ്യുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തോടൊരു നന്ദി പറയണ്ടേ നമ്മൾ? അതാണ് പ്രഭാതത്തിൽ ഉദിച്ചു ഉയരുന്ന സമയത്ത് ഒരു വിളക്ക് കൊളുത്തി കിഴക്ക് ഭാഗത്തേക്ക് നിന്ന് ആ സൂര്യദേവനെ സന്തോഷത്തോടു കൂടി എതിരേക്കുക. പിന്നെ വൈകുന്നേരം അല്ലേ, ഇങ്ങോട്ട് സ്വീകരിക്കാൻ മാത്രം പോരാ, യാത്രയാക്കുന്ന സമയത്തും ആ സ്നേഹം ഉണ്ടാവണം. വൈകുന്നേരം പടിഞ്ഞാറൻ ചക്രവാളത്തിലേക്ക് സൂര്യദേവൻ അസ്തമിക്കുമ്പോൾ ഇതുപോലൊരു വിളക്ക് കൊളുത്തി പടിഞ്ഞാറോട്ട് നോക്കി ആ സൂര്യദേവനെ സന്തോഷത്തോടു കൂടി ടാറ്റ പറഞ്ഞ് നാളെ കാണാട്ടോ എന്ന് പറഞ്ഞ് അയച്ചാൽ ആ സൂര്യദേവൻ എത്ര സന്തോഷാവും നമ്മളോട്. അപ്പൊ അതുകൊണ്ട് പ്രഭാതത്തിലും സന്ധ്യാവേളയിലും സന്ധ്യാദീപം കൊളുത്തുക, സന്ധ്യാനാമം ജപിക്കുക, ഇതൊക്കെ വളരെ വളരെ പ്രാധാന്യമുള്ള കാര്യമാണ്. ഒരു ഗൃഹത്തില് എല്ലാ തരത്തിലുള്ളതായ ഐശ്വര്യവും സമാധാനവും ഒക്കെ ഉണ്ടാക്കാനും നിലനിർത്താനും സന്ധ്യാസമയത്തുള്ള ഈ നാമജപത്തിനും എല്ലാവരും ചേർന്നുള്ളതായ ഈശ്വര ഭജനയ്ക്കൊക്കെ സാധിക്കും അല്ലേ? ഗേറ്റിൻ്റെ അടുത്ത് ഐശ്വര്യ എന്ന് പേരെഴുതി വെച്ചാലൊന്നും ഉണ്ടാവുന്ന സാധനമല്ല ഈ ഐശ്വര്യം എന്ന് പറയുന്നത്. അതിന് ഇത്തരത്തിലുള്ള സൽക്കർമ്മങ്ങള്, പുണ്യഗ്രന്ഥങ്ങള് ഒക്കെ ഓരോ ഗൃഹത്തിലുണ്ടാവണം. ഇതൊക്കെ ഇപ്പൊ നമ്മൾ കേട്ടു, പക്ഷേ ദിതിദേവി ഇതൊന്നും ചെവിക്കൊണ്ടില്ല. വൃഷലീവ ഗതത്രപാ ലജ്ജ വിട്ട് ആ കശ്യപ പ്രജാപതിയുടെ ശരീരത്തിലേക്ക് കയറി പിടിച്ചു ദിതിദേവി.
ഒടുവില് ആ ഭാര്യയുടെ നിർബന്ധത്തിന് വഴങ്ങി ദാമ്പത്യ ബന്ധത്തിലേർപ്പെട്ടു കശ്യപൻ. ഗർഭം ധരിച്ചു ദിതിദേവി. കശ്യപ പ്രജാപതിയുടെ മുമ്പിൽ വന്ന് ദിതിദേവി നിന്നപ്പോ കശ്യപന് ആദ്യം ഒരു ദേഷ്യം തോന്നി. ശപിച്ചു. എത്രയ്ക്കൊക്കെ ഞാൻ പറഞ്ഞിട്ടും ഈ ദുഷ്പ്രവൃത്തിയിൽ നിന്ന് പിന്തിരിയാത്ത നിനക്ക് ഉണ്ടാകുന്ന മക്കള് ലോകകണ്ടകന്മാരായിട്ട്, ലോകം അറിയപ്പെടുന്ന ദുഷ്ടന്മാരായിട്ട് തീരട്ടെ. അവരെ ഭഗവാൻ വൈകുണ്ഠമൂർത്തി തന്നെ വന്ന് ഭഗവാന്റെ കൈകളെ കൊണ്ട് കൊല്ലാൻ ഇടവരട്ടെ എന്ന് ശപിച്ചു. ഈ ശാപം കേട്ടപ്പോ ദിതിദേവിക്ക് തോന്നിയത് ശപിക്കുകയാണെന്നല്ല, പിന്നെയോ ഒരനുഗ്രഹമായിട്ടാ തോന്നിയത്. നമോ രുദ്രായ മഹതേ ദേവാഗ്യോഗ്രായ മീഠുഷേ ശിവായ ന്യസ്തദണ്ഡായ ധൃതദണ്ഡായ മന്യവേ സനഃ പ്രസീതതാം ഭാമോ ഭഗവാനുർവനുഗ്രഹ. ദിതിദേവി മഹാദേവനെ ഒന്ന് നമസ്കരിച്ചു. ആദ്യം ഞാൻ ചെയ്ത അപരാധങ്ങളൊക്കെ ആ കൈലാസേശ്വരൻ പൊറുക്കട്ടെ. പിന്നെ അങ്ങിപ്പോ ശപിച്ചു എന്ന് എനിക്ക് തോന്നിയിട്ടില്ല. എനിക്ക് ഉണ്ടാകുന്ന കുട്ടികള് അവരെത്ര വലിയ ദുഷ്ടന്മാരായാലും ഇപ്പൊ എനിക്ക് സങ്കടമില്ല. കാരണം വധം ഭഗവതാ സാക്ഷാൽ സുനാഭോദാരബാഹുന. യാതൊരു ഭഗവാന്റെ തൃക്കരങ്ങളെ കൊണ്ടുള്ള ഒരു സ്പർശനം തന്നെ, യാതൊരു ഭഗവാന്റെ തൃക്കരങ്ങളെ കൊണ്ടുള്ള ഒരു അനുഗ്രഹം തന്നെ ജീവന് എല്ലാ തരത്തിലുള്ളതായ ധന്യതയും കൊടുക്കുമോ? ആ ഭഗവാന്റെ കൈകളെ കൊണ്ട് എൻ്റെ മക്കൾ മരിക്കാച്ചാൽ ഇതിൽ പരം ഭാഗ്യം എനിക്ക് വേറെയുണ്ടോ എന്ന് ആ ദിതിദേവി പറഞ്ഞപ്പോ കശ്യപ പ്രജാപതിക്ക് അല്പം ഒരു മനസ്സലിവുണ്ടായി ദിതിയോട്. ഇവളുടെ ഉള്ളിൽ കുറച്ചൊക്കെ ഭക്തി ഉണ്ടല്ലേ, എന്നാ പിന്നെ ശാപം എന്ന് മാത്രം വേണ്ട, ഒരനുഗ്രഹം കൂടി കൊടുക്കാം. അങ്ങനെ കശ്യപ പ്രജാപതി ദിതിദേവിക്ക് ഒരു അനുഗ്രഹം കൂടി, ഒരു വരം കൂടി കൊടുക്കുകയാണ്. എന്താ വരം കൊടുത്തത് വെച്ചാൽ, നമുക്കുണ്ടാകുന്ന 2 കുട്ടികളും മഹാദുഷ്ടന്മാരായിരിക്കും, അത് തർക്കില്ല. പക്ഷേ അതിലൊരാൾക്കുണ്ടാകുന്ന കുട്ടി, അതിലൊരാൾക്കുണ്ടാകുന്നതായ മകൻ സവൈ മഹാഭാഗവതോ മഹാത്മാ മഹാനുഭാവോ മഹതാം മഹിഷ്ഠ പ്രവൃദ്ധഭക്തിയാഹി അനുഭാവിതാശയേ നിവേശ്യ വൈകുണ്ഠമിമം വിഹാസ്യതി. അവൻ എങ്ങനെയുള്ളവനായിരിക്കും? മഹാഭാഗവത. നമുക്കുണ്ടാകുന്ന പേരക്കുട്ടി മഹാഭാഗവതനായിരിക്കും, മഹാത്മാവായിരിക്കും, മഹാനുഭാവ, മഹാനുഭാവനായിരിക്കും, മഹതാം മഹിഷ്ഠ, മഹാത്മാക്കളായ ആൾക്കാരാൽ ഇതാ പുകഴ്ത്തിപ്പാടുന്നവനായിരിക്കും. അലംപടശീലധരോ ഗുണാകരോ ഹൃഷ്ട പരാർത്ഥ്യാവിധിതോ ദുഃഖിതേഷു അഭൂതശത്രു ജഗദശോകഹർത്ത നൈദാഖികം താപമിവോടുരാജ. എപ്രകാരമാണോ ഉടുരാജനായിട്ടുള്ളതായ ആ ചന്ദ്രൻ തൻ്റെ പ്രകാശം കൊണ്ട് എല്ലാവരെയും സന്തോഷിപ്പിച്ച് എല്ലാവരുടെയും താപത്തെ അകറ്റി കുളിരു കൊടുക്കുന്നത്, അതുപോലെ തൻ്റെ സ്വഭാവം കൊണ്ടും തൻ്റെ മഹിമ കൊണ്ടും തൻ്റെ വൈഭവം കൊണ്ടും ലോകത്തിലെ സകല ഭക്തന്മാർക്കും ഹൃദയത്തിൽ ആനന്ദം കൊടുക്കുന്നവനായിരിക്കും അവൻ. ആരാവൻ? പ്രഹ്ലാദോ ഭഗവത് പ്രിയ, പ്രഹ്ലാദൻ എന്ന ഭാഗവതൻ. അപ്പോ കശ്യപ പ്രജാപതി ഇപ്പോഴേ സൂചിപ്പിച്ചു വെച്ചു പ്രഹ്ലാദൻ എന്ന ആ മഹാഭാഗവതന്റെ വൈഭവം അല്ലേ. സ്വതവേ ഒരു കുട്ടി ജനിച്ച് ഒരു പ്രായമൊക്കെ കഴിഞ്ഞാലാണ് നമ്മൾ സ്വഭാവം മനസ്സിലാക്കുക. ചെറിയ പ്രായത്തിൽ ഉള്ള സ്വഭാവം കണ്ടിട്ട് നമുക്ക് ഉറപ്പിക്കാൻ പറ്റില്ല അല്ലേ. ചെറിയ പ്രായത്തിൽ പലതരം സ്വഭാവം കുട്ടികൾക്ക് ഉണ്ടാവും. അപ്പോഴൊക്കെ നമ്മൾ സമാധാനിക്കും, കുറച്ച് വലുതായ നേരെയാവും, കുറച്ച് വലുതായ നേരെയാവും, ഇത് പ്രായത്തിൻ്റെതാ എന്നൊക്കെ പറയും ചില സമയത്ത്. ഇങ്ങനെ പ്രായത്തിൻ്റെതാന്ന് പറഞ്ഞിട്ട് കുറേ കാലം നമ്മൾ ക്ഷമിക്കും. പിന്നെ വലുതായ നേരെയാവും എന്ന് വിചാരിക്കും.
പിന്നെ കല്യാണം കഴിച്ചാൽ നേരെയാവുമെന്ന് വിചാരിക്കും. ഇങ്ങനെയൊക്കെയാണ് നമ്മൾ സ്വഭാവത്തിനെ ഒന്ന് തീരുമാനിക്കുക. എന്നാൽ ജനിക്കണതിന് മുമ്പേ ഇതാ നല്ല സ്വഭാവമാട്ടോ ആ കുട്ടിക്ക്. ജനിക്കണതിന് മുമ്പേ ഇവനെ പോലെ മിടുമിടുക്കാൻ വറയില്ല എന്ന് തീരുമാനിച്ചു. ആരെക്കുറിച്ച്? പ്രഹ്ലാദനെ കുറിച്ച്. ഇപ്പോ ദിതിദേവിയുടെ ഗർഭത്തിലേക്ക് ഇനി രണ്ടാൾക്കാരെ എത്തിക്കണം. അതിന് കൃത്യമായിട്ട് രണ്ടാൾക്കാര് തയ്യാറായി നിൽക്കുകയാണ്. എവിടെ? വൈകുണ്ഠ ലോകത്തില്. ഇന്നലെ സൃഷ്ടിയെക്കുറിച്ച് പറയുന്ന സമയത്ത് പറഞ്ഞു, ബ്രഹ്മദേവന്റെ മാനസപുത്രന്മാരാണ്. സാത്വിക ഭാവത്തിൽ നിന്ന് ബ്രഹ്മദേവനുണ്ടായ, മനസ്സിൽ നിന്നുണ്ടായ പുത്രന്മാരാണ് സനകാദികള്. സനകൻ, സനന്ദൻ, സനാതനൻ, സനൽകുമാരൻ എന്നിങ്ങനെ നാലാൾക്കാര്. എപ്പോഴും ഹരിഹരി ഹരി 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 ഹരിനാമം ജപിക്കുന്നതായ ആ കുട്ടികൾക്ക് എപ്പോഴും 5 വയസ്സാണത്രേ. കാരണം കാലദേശങ്ങളെ ബാധിക്കാത്തവനായ ഭഗവാനെ ഭജിക്കുന്നത് കൊണ്ട് ആ കുട്ടികളെയും ആ യോഗീശ്വരന്മാരെയും കാലമോ ദേശമോ ബാധിച്ചില്ല. അങ്ങനെ നിത്യം 5 വയസ്സുകാരായിട്ട് ദിഗംബരന്മാരായിട്ട് സനകാദികള് എന്ന് പറയുന്ന 4 കുട്ടികൾ. അവരൊരിക്കൽ ചിന്തിച്ചുത്രേ, നിരാകാരൻ, നിർഗുണൻ എന്നൊക്കെ പറയുന്ന ഭഗവാൻ, പരബ്രഹ്മം വൈകുണ്ഠത്തിലിപ്പോ നാരായണ നാമത്തില് ആകാരമെടുത്ത് രൂപമെടുത്തിരിക്കുന്നു എന്നുണ്ടെങ്കിൽ ഒന്ന് പോയി കാണണം. രൂപമില്ലാത്ത വസ്തു രൂപമെടുത്താൽ, നാമമില്ലാത്ത വസ്തു നാമമെടുത്താൽ അതിന് മഹിമ കൂടുവോ? ഒന്നറിയണല്ലോ. ഭഗവാനെ ഒന്ന് കാണണം എന്ന് മോഹിച്ച് സനകാദികള് വൈകുണ്ഠത്തിൽ ഭഗവാനെ കാണാനായിട്ട് പോയി. വൈകുണ്ഠത്തിന് 7 ഗോപുരങ്ങളാണ് അത്ര ഉള്ളത്. 7 ഗോപുരദ്വാരം കഴിയുമ്പോഴാണ് ഭഗവാനെ കാണാൻ പറ്റുക. ഈ 7 ഗോപുരങ്ങളിലും ഓരോ ഗോപുരത്തിലും 2 കാവൽക്കാര് വെച്ചിട്ടുണ്ട്. നന്ദൻ, സുനന്ദൻ തുടങ്ങിയിട്ട് ജയ വിജയന്മാര് വരെ. 1-ാമത്തെ ഗോപുരം മുതൽ 7-ാമത്തെ ഗോപുരം വരെ. അത് കഴിഞ്ഞാൽ പിന്നെ ഭഗവാനെ കാണാം. അപ്പോൾ ഇതില് ഭഗവാന്റെ ഏറ്റവും അടുത്ത ഗോപുരത്തിലുള്ള 7-ാമത്തെ ഗോപുരത്തിലുള്ള കാവൽക്കാരാണ് ജയ വിജയന്മാര് എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ അത്രയ്ക്കടുത്ത ആൾക്കാരാ അവര്. 6 ഗോപുരത്തിലുള്ള കാവൽക്കാരും ഈ കുട്ടികളെ, സനകാദികളെ അകത്തേക്ക് സന്തോഷത്തോടു കൂടി കയറ്റിവിട്ടു. 7-ാമത്തെ ഗോപുരത്തിനടുത്ത് എത്തിയപ്പോ ഈ ജയവിജയന്മാർക്ക് തോന്നി, ചെറിയ കുട്ടികള് തടയാം. വേത്രേണ ചാസ്ഖലയതാമദർഹണാം സ്തൗ. കയ്യിലുള്ളതായ വടി കൊണ്ട് ഈ സനകാദികളെ, യോഗീശ്വരന്മാരെ അവിടെ തടഞ്ഞിട്ട് പറഞ്ഞു, ഇപ്പോ ഭഗവാനെ കാണാൻ പറ്റില്ല. 6 ഗോപുരങ്ങളും ഒരു തടസ്സമില്ലാണ്ട് കയറി വന്നതായ ആ സനകാദികൾക്ക് 7-ാമത്തെ ഗോപുരത്തിൻ്റെ അടുത്ത് അങ്ങ് തടഞ്ഞപ്പോ വല്ലാത്ത സങ്കടമായി. സങ്കടം പിന്നീട് ക്രോധമായി. അവരെന്ത് ചെയ്തു? ആ തടഞ്ഞ ജയവിജയന്മാരെ ശപിച്ചു. ഭഗവൽ പ്രതികൂലശീലവും. ഭഗവാനെ കാണണം എന്നുള്ള മോഹവുമായി വന്ന ഞങ്ങളെ നിങ്ങൾ തടഞ്ഞുവല്ലോ. അതുകൊണ്ട് ഇതുപോലെ ഭഗവാനോട് വിരോധം വച്ചിട്ട് ഭഗവാനോട് തടസ്സം വയ്ക്കുന്നതായ സ്വഭാവത്തോടെ 3 ജന്മം ഭൂമിയിൽ പിറക്കാൻ ഇടവരട്ടെ എന്ന് സനകാദികള് ഭഗവാന്റെ പാർഷദന്മാരായ ജയവിജയന്മാരെ ശപിച്ചു. ശാപം കഴിഞ്ഞപ്പോ സനകാദികൾക്കൊരു വിഷമം. കഷ്ടേ, എന്തുകൊണ്ടാണ് നമുക്കിപ്പോ ഈ ദേഷ്യം വന്നത്? സ്വതവേ നാമം ജപിക്കുന്ന നമുക്ക് ദേഷ്യം വരാൻ പാടില്ലല്ലോ. സനകാദികള് ആലോചിച്ചു, ജയവിജയന്മാരെ ശരിക്കും ബഹുമാനിക്കണം നമ്മൾ. കാരണം അവര് ഭഗവാന്റെ പാർഷദന്മാരല്ലേ, ഭഗവാന്റെ അടുത്ത ആൾക്കാരല്ലേ. ഈ പാർഷദന്മാരെ ബഹുമാനിക്കാതെ ഉള്ളിലേക്ക് കയറി ചെല്ലാൻ പുറപ്പെട്ട നമ്മളല്ലേ തെറ്റുകാര്. എന്നാൽ അതേസമയം ജയവിജയന്മാര് ചിന്തിച്ചു, കേവലം 5 വയസ്സ് മാത്രം പ്രായം തോന്നിക്കുന്ന ഈ കുട്ടികള് വൈകുണ്ഠം വരെ എത്തിച്ചേർന്നു വെച്ചാൽ ഇവര് ചില്ലറക്കാരല്ല, യോഗീശ്വരന്മാരാണ്. ഈ യോഗീശ്വരന്മാരെ തടഞ്ഞത് നമ്മളുടെ അഹങ്കാരമാണ്. തെറ്റ് ഞങ്ങളല്ലേ ചെയ്തത്.
എന്ന് സനകാദികൾ, തെറ്റ് ഞങ്ങളല്ലേ ചെയ്തത് എന്ന് ജയവിജയന്മാര് വിഷമിച്ചു കൊണ്ടിരിക്കുന്ന സമയത്താണ് അവിടെ ഒരു അശരീരം മുഴങ്ങിയത്. തെറ്റ് ഞാനാ ചെയ്തത്. നോക്കുമ്പോഴേക്കും ഗരുഡനോടൊപ്പം മഹാലക്ഷ്മിയോടൊപ്പം അന്വേഷണീയ ചരണവും ചലയൻ സഹശ്രീ, തൻ്റെ പുഞ്ചിലമ്പും കിലുക്കിക്കൊണ്ട് ഭഗവാൻ അകത്ത് നിന്നതാ ഓടി പുറത്തേക്ക് ഇറങ്ങി വന്നു. നിങ്ങളെപ്പോലെയുള്ളതായ ഭാഗവതന്മാരെ വരുമ്പോൾ, നിങ്ങളെപ്പോലെയുള്ളതായ സജ്ജനങ്ങൾ മഹാത്മാക്കൾ വരുമ്പോൾ, ആ ഒന്നാമത്തെ ഗോപുരത്തിൻ്റെ അടുത്ത് വന്ന് നിങ്ങളെ സ്വീകരിക്കേണ്ട ആളാ ഞാൻ. അത് ചെയ്യാത്തതാണ് ഞാൻ ചെയ്ത തെറ്റ്. കാവൽക്കാരെ കുറ്റം പറയണ്ട. തൻ്റെ ഭൃത്യന്മാർക്ക് ഉണ്ടായ ആ ഒരു വിഷമം, തൻ്റെ ഭൃത്യന്മാരുടെ പേരിലുണ്ടായ ആ ഒരു അപമാനം, അത് ഭഗവാൻ അങ്ങ് ഏറ്റെടുത്ത് അവരെ ആശ്വസിപ്പിച്ചു. സനകാദികളെ വേണ്ടതുപോലെ ഇതാ ഭഗവാൻ അനുഗ്രഹിച്ച് യാത്രയാക്കി. സനകാദികൾ അവിടുന്ന് പോയതും പൊട്ടിക്കരയാൻ തുടങ്ങി ജയവിജയന്മാര്. എത്രയോ കാലങ്ങളായി ഇടത്തും വലത്തുമായി അങ്ങയെ സേവിച്ചു കൊണ്ടിരിക്കുന്ന ഞങ്ങൾക്ക് ഈ വൈകുണ്ഠം വിട്ട്, അങ്ങയെ വിട്ട് അസുരജന്മത്തിലേക്ക് പോകേണ്ടി വരിക എന്ന് വെച്ചാൽ അങ്ങനൊരു ജീവിതം ഞങ്ങൾക്ക് വേണ്ട ഭഗവാനെ. ഇനി അങ്ങനൊരു ജീവിതം ഉണ്ടാവണം എന്ന് ഉറപ്പാണെങ്കിൽ ഞങ്ങൾക്കൊരു മോഹമുണ്ട്, അങ്ങയെ മറക്കാൻ ഇടവരെടുത്ത്. അങ്ങയെ ഒരിക്കലും ഞങ്ങൾക്ക് മറക്കാൻ ഇടവരെടുത്ത്. അതിന് വല്ല വഴിയുണ്ടോ? അപ്പൊ ഭഗവാൻ പറഞ്ഞു, അതിനൊരു വഴിയുണ്ട്. എന്താ വഴി? നിങ്ങള് വിദ്വേഷഭക്തിയുള്ളവരാവുക. വിദ്വേഷഭക്തിയുള്ളവരെന്ന് വെച്ചാൽ നിങ്ങൾ എന്നെ ശത്രുവായിട്ട് കാണുന്നവരാവുക. അങ്ങനെ ശത്രുവായി കണ്ടാലോ മറക്കില്ല, കൂടുതൽ ഓർമ്മിക്കും അല്ലേ? അപ്പൊ ശത്രുഭാവത്തിന് അങ്ങനെ ഒരു സ്വഭാവമുണ്ട്. നമ്മുടെ അടുത്ത സുഹൃത്തിനേക്കാൾ ഓർമ്മിക്കുക ആരെയായിരിക്കും? നമ്മുടെ അടുത്ത ബന്ധുവിനേക്കാൾ ഓർമ്മിക്കുക ആരായിരിക്കും? നമ്മുടെ ശത്രുവിനെ അധികം ഓർമ്മിക്കുക അല്ലേ? ഇപ്പോ ഒരു ക്ഷേത്രത്തിൽ നമ്മൾ തൊഴാൻ പോയി. ആ ക്ഷേത്രത്തിലേക്ക് കയറി നടയിൽ നിന്ന് തൊഴുന്ന സമയത്ത് ഒരാൾ വന്നിട്ട് നമ്മളെ പിടിച്ചു തള്ളി. ഇപ്പം ഇവിടെ ഒന്നും തൊഴാൻ പാടില്ല. എങ്ങനെ? ആ തള്ളിയവൻ്റെ മുഖത്തേക്ക് നമ്മളൊരു നോട്ടം നോക്കി. അമ്പലായതുകൊണ്ട് ഞാനൊന്നും പറയണില്ല എന്ന് മനസ്സിലും കുറിച്ചിട്ടു. ഏതായാലും അന്ന് നമ്മൾ തൊഴുത് പ്രദക്ഷിണൊക്കെ വെച്ച് പ്രസാദം വാങ്ങി വീട്ടിലേക്ക് വന്നു. പിറ്റേ ദിവസം നമ്മൾ ആ ക്ഷേത്രത്തിലേക്ക് പോകണു വിചാരിക്കുക. ക്ഷേത്രത്തിലേക്ക് എത്തുമ്പോഴേക്കും ആരെയാ ഓർമ്മ വരിക? അകത്തിരിക്കണ ഭഗവാനെയാണോ? അല്ല, പിന്നെയോ? ഒരു സംശയവും. ആ അമ്പലം ആലോചിക്കുമ്പോൾ തന്നെ നമുക്ക് ഓർമ്മ വരും പിടിച്ചു തള്ളിയ ആ വിദ്വാനെ. അത്രയ്ക്ക് ശക്തി ഈ വിദ്വേഷം എന്ന ഭാവത്തിനുണ്ട്. അപ്പോൾ നാരദ മഹർഷി തന്നെ ഭാഗവതത്തെ പറയുന്നുണ്ട്, എപ്രകാരമാണോ ഭഗവാനെ പൂജിച്ചും സ്നേഹിച്ചും പ്രേമിച്ചും ഒക്കെ ആൾക്കാരിരിക്കുന്നത്, അതിനേക്കാളൊക്കെ അപ്പുറത്താണ് ഈ വിദ്വേഷം അല്ല, ഈ ഒരു വൈരഭക്തിയുടെ ശക്തി എന്ന് പറയുന്നുണ്ട്. അപ്പം ഏതായാലും ഇവിടെ ഭഗവാനിലേക്ക് ആ ശത്രുതാഭാവത്തെ ഭഗവാൻ തന്നെ ലൈസൻസായിട്ട് ഇവർക്ക് കൊടുത്തു. നിങ്ങൾ ഭയക്കേണ്ടതില്ല, എന്നെ വിട്ടാലും നിങ്ങൾ എന്നെ മറക്കേണ്ടി വരില്ല എന്ന് മാത്രമല്ല, സമയമാവുമ്പോൾ ഞാൻ തന്നെ അവതാരെടുക്കും. നിങ്ങൾ 3 ജന്മങ്ങളല്ലേ ഭൂമിയിലെടുക്കുക, നിങ്ങളെ രക്ഷിക്കാൻ 4 അവതാരം ഞാൻ എടുത്തോളാം എന്ന് പറഞ്ഞ് ആ ജയവിജയന്മാരെ വൈകുണ്ഠത്തിൽ നിന്നും ഭഗവാൻ പറഞ്ഞയച്ചു. ആ ജയവിജയന്മാര് നേരെ കശ്യപ പത്നിയായ ദിതിയുടെ ഗർഭത്തിലേക്ക് പ്രവേശിച്ചു. അപ്പൊ ദിതിദേവി ആലോചിച്ചു, തൻ്റെ മക്കള് ലോകം മുഴുവൻ വിഷമിപ്പിക്കുന്ന ദുഷ്ടന്മാരാവുന്നല്ലേ പറഞ്ഞത്. അപ്പൊ ഒരു കാര്യം ചെയ്യാം, പരമാവധി പുറത്തേക്ക് വിടാണ്ട് നിൽക്കാം. പണ്ടുള്ള സ്ത്രീകളൊക്കെ, ഈ ദേവസ്ത്രീകളൊക്കെ സ്വേച്ഛാപ്രസൂതികളാണത്രേ. എന്താ സ്വേച്ഛാപ്രസൂതി എന്ന് പറഞ്ഞാൽ? വിചാരിക്കുമ്പോൾ പ്രസവിച്ചാൽ മതി, അതുവരെ ഗർഭത്തിൽ തടഞ്ഞു നിർത്താം. അങ്ങനെ 100 വർഷം ഈ ദിതിദേവി തൻ്റെ ഗർഭത്തെ അവിടെ തടഞ്ഞു നിർത്തി എന്നാണ്. 100 വർഷം കഴിഞ്ഞപ്പോൾ ദിതിദേവി പ്രസവിച്ചു.
അപ്പൊ 100 വർഷത്തെ വളർച്ച ഒരടിക്ക് വളർന്നു ആ കുട്ടികൾ. ആകാശം മുട്ടെ വലുപ്പമുള്ളതായ ആ മക്കളെ ഇനിയിപ്പോ മടിയിലിരുത്തിയിട്ടൊന്നും പേര് വിളിക്കാൻ പറ്റില്ലല്ലോ. അച്ഛനായ കശ്യപ പ്രജാപതി തൊട്ട് പേര് വിളിച്ചു. ഒരാൾക്ക് ഹിരണ്യാക്ഷൻ എന്ന് പേര്, മറ്റേയാൾക്ക് ഹിരണ്യകശിപു എന്നും പേര് വിളിച്ചു. കശ്യപ പ്രജാപതി തൻ്റെ കുട്ടികൾക്ക് കളിക്കാനായിട്ട് കൊടുത്തു ഓരോ കളിപ്പാട്ടം. എന്താ കളിപ്പാട്ടം കൊടുത്തതെന്ന് അറിയോ? വാളും ഗദയും അല്ലേ. ഇന്നത്തെ അച്ഛനമ്മമാർ ചെറിയ പ്രായത്തിലെ കുട്ടികൾക്ക് വാങ്ങി കൊടുക്കണില്ലേ? എന്ത്? തോക്ക്, മെഷീൻ ഗണ്ണ്. പറ്റുമെങ്കിൽ അച്ഛനും അമ്മയും വെടിവെക്കാൻ തന്നെ പഠിപ്പിക്കും നമ്മൾ. അപ്പൊ ചെറിയ പ്രായത്തിലെ കശ്യപൻ മക്കൾക്ക് വാങ്ങിക്കൊടുത്തത്, കളിക്കാൻ കൊടുത്തത് ഈ ഗദയും വാളും ഒക്കെയാ. അങ്ങനെ ഹിരണ്യാക്ഷനും ഹിരണ്യകശിപുവും ഈ ഗദയും വാളും എടുത്തിട്ട് അങ്ങനെ കളി തുടങ്ങി. അതില് ആദ്യം ദിഗ്വിജയം ചെയ്യാൻ പുറപ്പെട്ടത് ഹിരണ്യാക്ഷനാണ്. തൻ്റെ കയ്യിലുള്ള ഗദയും ചുഴറ്റിക്കൊണ്ട് ഹിരണ്യാക്ഷൻ സകലരെയും വെല്ലുവിളിച്ച് പോകുന്നതായ വഴിയിലാണ് സമുദ്രത്തിന്റെ അധിപനായ വരുണനെ കണ്ടത്. സമുദ്രത്തെ ചെന്ന് വെല്ലുവിളിച്ചു. വരുണനെ ചെന്ന് വെല്ലുവിളിച്ചപ്പോൾ വരുണൻ പറഞ്ഞു, ഹിരണ്യാക്ഷ, ഇപ്പൊ എനിക്ക് വയസ്സായില്ലേ? പണ്ട് ഞാൻ രാജസൂയൊക്കെ നടത്തിയിട്ടുണ്ട്, അന്ന് എല്ലാവരെയും ജയിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് എന്ന് കരുതി ഇപ്പൊ എനിക്ക് നിന്നോട് യുദ്ധം ചെയ്യാനുള്ള ആരോഗ്യമൊന്നുമില്ല. പിന്നെ നിനക്ക് പറ്റിയ ഒരു ശത്രു, അത് ആ നാരദരെ കണ്ടാ മതി. അപ്പൊ ഹിരണ്യാക്ഷൻ ചോദിച്ചു, വീണയെടുത്ത് നടക്കണ ആ സ്വാമിയാണോ എൻ്റെ ശത്രു? അങ്ങനെയല്ല, നാരദരെ കണ്ടാൽ നിനക്ക് പറ്റിയ ശത്രു ആരാണെന്ന് നാരദര് പറഞ്ഞു തരും. പിന്നെ ഹിരണ്യാക്ഷൻ നാരദരെ അന്വേഷിച്ച് നടക്കാൻ തുടങ്ങി. അങ്ങനെ പോണ സമയത്താണ് ഭഗവാന്റെ നാമം ജപിച്ചുകൊണ്ട് സഞ്ചരിക്കുന്ന നാരദരെ കണ്ടത്. ഹേ നാരദ മഹർഷി, അവിടെ നിൽക്കൂ എന്നും പറഞ്ഞ് ഹിരണ്യാക്ഷൻ വരാൻ തുടങ്ങിയപ്പോ നാരദര് വിചാരിച്ചു ഇവൻ തൻ്റെ നേരെ യുദ്ധത്തിന് വരികയാണോ. ഓടാൻ വേണ്ടി ഭാവിച്ചപ്പോഴാണ് ഹിരണ്യാക്ഷൻ പറഞ്ഞത്, ഓടരുത്, ഞാൻ യുദ്ധത്തിന് വരുന്നതല്ല. പിന്നെന്താ വേണ്ടത്? എനിക്ക് എൻ്റെ ഈ കൈത്തരിപ്പ് തീർക്കാൻ പറ്റിയ ഒരു ശത്രുവിനെ കാണിച്ചു തരണം. അപ്പൊ നാരദർ ആലോചിച്ചു, ഇവനിപ്പോ ഒരാളെ കാണിച്ചു കൊടുത്തിട്ടില്ല വെച്ചാൽ ചിലപ്പോ തരിപ്പൊക്കെ തൻ്റെ ശരീരത്തിൽ തീർത്താലോ, എന്താ വഴി? അപ്പോഴാണ് നിശമ്യത്തെ ഖർഖരിതം സ്വഖേദ ക്ഷയിഷ്ണുമായാമയസൂകരസ്യ, വളരെ ദൂരത്ത് നിന്ന് ആ വരാഹമൂർത്തിയുടെ ശബ്ദം കേട്ടത്. ഭഗവാൻ വരാഹമൂർത്തിയായി അവതരിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കിയതായ നാരദര് ഒട്ടനെ ഹിരണ്യാക്ഷനോട് പറഞ്ഞു, ഹിരണ്യാക്ഷ, എൻ്റെ സകല തരിപ്പും തീർക്കണ ആളെ ഞാൻ കാണിച്ചു തരാം, വരൂ എൻ്റെ ഒപ്പം എന്ന് പറഞ്ഞ് ഹിരണ്യാക്ഷനെയും കൂട്ടി നാരദര് നേരെ പോയി കാണിച്ചു കൊടുത്തു സാക്ഷാൽ വരാഹമൂർത്തിയെ. ഇതാ യുദ്ധം ചെയ്തോളൂ, നിനക്ക് പറ്റിയ ശത്രുവാ. സന്തോഷമായി ഹിരണ്യാക്ഷന്. എന്നാ ഞാൻ പോയി യുദ്ധം ചെയ്തിട്ട് വരാം, യുദ്ധം ചെയ്തോളൂ, വരാം എന്ന് പറയണ്ട, പോയിക്കോളൂ എന്നും പറഞ്ഞ് നാരദര് പറഞ്ഞയച്ചു. അങ്ങനെ ഹിരണ്യാക്ഷൻ നേരെ ചെന്ന് വരാഹമൂർത്തിയുടെ മുമ്പിൽ ചെന്ന് ഒരു നോട്ടം നോക്കിയപ്പോഴാണ് ആളെ മനസ്സിലായത്. അഹോഹേ വനഗോചരോ മൃഗ, അയ്യോ ഇതൊരു കാട്ടുപന്നിയല്ലേ. കാട്ടുപന്നിയെങ്കിൽ കാട്ടുപന്നി, യുദ്ധം ചെയ്യാലോ. ഭഗവാന്റെ മുഖത്ത് നോക്കി വിളിച്ചു, ഹേ കാട്ടുപന്നി, എന്നോട് യുദ്ധം ചെയ്യൂ. തൻ്റെ മുഖത്ത് നോക്കി കാട്ടുപന്നി എന്ന് വിളിച്ചപ്പോ ഭഗവാനും വലിയ ഇഷ്ടായി. എന്നാ തിരിച്ചെന്തെങ്കിലും വിളിക്കണ്ടേ? ഹേ ഗ്രാമസിംഹ. ഭഗവാൻ ഹിരണ്യാക്ഷനെ വിളിച്ചു ഗ്രാമസിംഹമേ എന്ന്. എന്താ ഗ്രാമസിംഹം എന്ന് പറഞ്ഞാൽ? ഗ്രാമത്തിലെ സിംഹം ആരറിയോ? നായ അല്ലേ. കാട്ടിൽ നിന്ന് ഈ കാട്ടുപന്നി എന്തിനാ നാട്ടിലേക്ക് ഇറങ്ങിയതെന്നറിയോ? നിന്നെ പോലെയുള്ള നായകളെ ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ടാ എന്ന് പറഞ്ഞ് ഭഗവാൻ ഹിരണ്യാക്ഷനുമായിട്ട് യുദ്ധം. പലതരത്തിലുള്ള യുദ്ധതന്ത്രങ്ങള് ആ ഭക്തനുമായിട്ട് ഹിരണ്യാക്ഷനുമായിട്ട് ഭഗവാൻ കൈക്കൊണ്ടു. ഒടുവില് സന്ധ്യ കഴിയാറായി എന്ന് കണ്ടപ്പോ ബ്രഹ്മാദി ദേവന്മാര് വന്ന് ഭഗവാനോട് പ്രാർത്ഥിച്ചു, ഭഗവാനെ, ഇവനെപ്പോലൊരു ദുഷ്ടൻ വേറെ ഇല്ല. സന്ധ്യ കഴിഞ്ഞാൽ
സ്വതവേ അസുരന്മാർക്ക് ശക്തി കൂടുന്നൊക്കെയാണ് പറയുക. അതുകൊണ്ട് സന്ധ്യയ്ക്ക് മുമ്പ് തന്നെ ഇവൻ്റെ കഥ കഴിക്കണം, ഇവനെ വധിക്കണം എന്ന് പറഞ്ഞപ്പോൾ ഭഗവാൻ വരാഹമൂർത്തി തൻ്റെ കൈകൊണ്ട് ഹിരണ്യാക്ഷൻ്റെ കർണമൂലേഖൻ ചെകിട് നോക്കിയിട്ട് ഒരടി കൊടുത്തു എന്നാണ്. ആ ചെവിയുടെ അടുത്തുള്ളതായ മർമ്മത്തിൽ വരാഹമൂർത്തിയുടെ കയ്യിൽ നിന്നൊരടി കിട്ടിയതും ഹിരണ്യാക്ഷൻ്റെ ആ ജീവൻ ശരീരം വിട്ടു. ശരീരം അവിടെ ഇതാ ഭഗവാന്റെ മുൻപിൽ വീഴുകയും ചെയ്തു. അങ്ങനെ ഹിരണ്യാക്ഷവധം എന്നുള്ള ആ ലീലയെ നടത്തി ലോകത്തെ അനുഗ്രഹിച്ചു ഭഗവാൻ. ഇത്രയും പറഞ്ഞ് ആരാണോ ഈ ഹിരണ്യാക്ഷ ചരിതത്തെ ശ്രവിക്കുന്നത്, നാരായണോന്തേ ഗതിരംഗ ശൃണ്വതാം, ശ്രീനാരായണ പാദത്തിലേക്ക് അവർക്ക് ഭക്തി ഉണ്ടാകും എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ആ പ്രകരണത്തെ മൈത്രേയ മഹർഷി സമർപ്പിച്ചു. അപ്പോൾ കശ്യപനെയും ദിതിയെയും പോലെ ആവരുത് ദാമ്പത്യ ജീവിതം എന്ന് ഭാഗവതം ഓർമ്മിപ്പിച്ചു. കശ്യപനെയും ദിതിയെയും പോലെ ആകരുത് എന്ന് ഓർമ്മിപ്പിച്ചാൽ പിന്നെ എങ്ങനെ ആകണം എന്ന് പറയാനുള്ള ഉത്തരവാദിത്വവും ഭാഗവതത്തിനുണ്ട്. അതിന് നമുക്കൊരു മാതൃകാ ദമ്പതിമാരെ കാട്ടിത്തരികയാണ് ഭാഗവതം. പിന്നീട് ദാമ്പത്യ ജീവിതം എങ്ങനെയാവണം, ദാമ്പത്യധർമ്മം ഏത് തരത്തിലാകണം, അതിനെ കാട്ടിത്തരാനായിട്ട് പിന്നീട് ഇതാ കർദമൻ എന്ന ആ താപസശ്രേഷ്ഠന്റെ ചരിതമാണ് ഭാഗവതത്തിൽ വർണ്ണിക്കുന്നത്. ബ്രഹ്മാവ് സൃഷ്ടി ചെയ്യുന്ന സമയത്ത് ബ്രഹ്മാവിൻ്റെ ഓരോ അംഗങ്ങളിൽ നിന്നായിട്ട് ഓരോ തരത്തിലുള്ള ആൾക്കാരുണ്ടായി. മനസ്സിൽ നിന്ന് മരീചി, കണ്ണിൽ നിന്ന് അത്രി തുടങ്ങിയിട്ട്. അങ്ങനെ ബ്രഹ്മാവ് സൃഷ്ടി ചെയ്യുന്ന സമയത്ത് ഛായായാം കർദമോ യജ്ഞേ ദേവഹൂത്യാ പതിപ്രഭു, ബ്രഹ്മദേവന്റെ ഛായയിൽ നിന്നാണ് ആരുണ്ടായത്? കർദമ പ്രജാപതി എന്ന ആളുണ്ടായത്. ബ്രഹ്മദേവന്റെ ഛായ എന്ന് പറഞ്ഞാൽ, ഛായ എന്ന് പറഞ്ഞാൽ ഛായയല്ല, ഛായ എന്ന് പറഞ്ഞാൽ നിഴല് എന്നർത്ഥം. അപ്പൊ ബ്രഹ്മാവിന്റെ നിഴലിൽ നിന്നുണ്ടായ താപസശ്രേഷ്ഠനാണ് കർദമ പ്രജാപതി. ഈ കർദമ പ്രജാപതി പരമഭക്തനായിരുന്നു. അദ്ദേഹം ഒരിക്കൽ തൻ്റെ ആശ്രമത്തിൽ വെച്ച് ഭഗവാനെ കുറിച്ച് അതിഗംഭീരമായിട്ടുള്ള തപസ് ആരംഭിച്ചു. ആ തപസ് പരിപൂർണമാകുന്നതായ സമയം ഗരുഡാരൂഢനായി നീലമേഘശ്യാമള വർണ്ണനായിട്ട് കയ്യിലൊരു താമരപ്പൂവിനെ എടുത്തുകൊണ്ട് കർദമ പ്രജാപതിയുടെ മുൻപിലേക്ക് ഭഗവാൻ അവതാരം ചെയ്തു. തൻ്റെ മുൻപിൽ ശോഭിക്കുന്നതായ ആ ശ്രീനാരായണനെ ഭഗവാന്റെ മുമ്പിൽ വീണ് നമസ്കരിച്ച് വളരെ ഭംഗിയായി സ്തുതിച്ചു കർദമ പ്രജാപതി. എല്ലാ തരത്തിലും ഭക്തന്മാർക്ക് വന്നു ചേരുന്ന ഏത് ദുഃഖത്തിനും ഭക്തന്മാരുടെ മുകളിൽ പിടിക്കുന്നതായ ഒരു കുടയായിട്ട് ഭഗവാന്റെ പാദാരവിന്ദത്തെ സ്തുതിച്ച് നമാമ്യഭീക്ഷ്ണം നമനീയ പാദ സരോജമൽപീയസി കാമവർഷം. എപ്രകാരമാണോ ആ സൂര്യൻ ഉദിക്കുന്ന സമയത്ത് താമരകളൊക്കെ വിടരുന്നത്, അതുപോലെ ഭക്തന്മാരുടെ ഹൃദയത്തിലേക്ക് അനുഗ്രഹവർഷം ചൊരിയുന്ന താമര ദളം പോലെ മൃദുലമായ പാദാരവിന്ദത്തോടു കൂടിയ ഭഗവാന്റെ പാദത്തിലേക്ക് നമസ്കരിച്ച് എല്ലാ തരത്തിലുള്ളതായ മോഹങ്ങളെയും സാധിപ്പിക്കുന്ന മോഹനരൂപനായ ഭഗവാനെ സ്തുതിച്ച് നമസ്കരിച്ചു കർദമ പ്രജാപതി. സ്തുതിയൊക്കെ കഴിഞ്ഞപ്പോൾ ഭഗവാൻ കർദമനോട് ചോദിച്ചു, അങ്ങേക്ക് എന്ത് വരം വേണമെങ്കിലും ചോദിച്ചോളൂ, തരാം. എന്ത് മോഹം ഉണ്ടെങ്കിലും ചോദിച്ചോളൂ, മോഹം എന്തുണ്ടെങ്കിലും പറഞ്ഞോളൂ, ഞാൻ സാധിപ്പിച്ചു തരാം. ഇത് കേട്ടപ്പോൾ കർദമ പ്രജാപതി ഒന്ന് ആലോചിച്ചു. എന്നിട്ട് ഭഗവാനോട് പറഞ്ഞു, ഭഗവാനെ, മോഹങ്ങളുടെ ഒരു ലിസ്റ്റ് എടുക്കാൻ തുടങ്ങിയാൽ അതിനൊരു അവസാനം ഉണ്ടെന്ന് തോന്നണില്ല, അല്ലേ? നമുക്കിപ്പോൾ എത്ര മോഹം ഉണ്ടാവും? ഒരു പേപ്പറും ഒരു പെന്നും തന്നിട്ട് ഉള്ള മോഹമൊക്കെ അതിൽ എഴുതാൻ പറഞ്ഞാൽ എത്ര എണ്ണം എഴുതാനുണ്ടാവും? പറയുമ്പോൾ പറയും എനിക്കങ്ങനെ വലിയ മോഹമൊന്നുമില്ല എന്നൊക്കെ. പക്ഷേ എഴുതി തുടങ്ങുമ്പോഴാണ് എത്ര പേപ്പർ എഴുതിയാലും തീരില്ല. അത്രയ്ക്ക് വലിയ മോഹം നമ്മുടെയൊക്കെ ഉള്ളിലുണ്ട്. ഇനിയിപ്പോൾ ഈ മോഹമൊക്കെ സാധിപ്പിച്ചു എന്ന് വിചാരിക്കാം, നിർത്തുമോ നമ്മൾ? ഇല്ല. അപ്പോഴേക്കും പുതിയ മോഹങ്ങളുടെ ലിസ്റ്റ് ഉള്ളിൽ തയ്യാറാവും.
അതുകൊണ്ട് ഭഗവാൻ എനിക്ക് വേണ്ടത് എന്താ അറിയോ, വലിയ മോഹങ്ങളിലേക്കൊന്നും ഇനി പോവാണ്ടിരിക്കണം, അതിയായ മോഹങ്ങളൊക്കെ ഒന്ന് കുറയണം. അതിന് വല്ല വഴിയുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഭഗവാൻ പറഞ്ഞു, അതിനൊരു വഴിയുണ്ട്. എന്താ വഴി? അങ്ങ് ഒരു വിവാഹം കഴിക്കുക. വിവാഹം കഴിച്ചാൽ ജീവിതത്തിൽ പല പല അനുഭവങ്ങളൊക്കെ വന്നു ചേരുമ്പോൾ പിന്നെ വലിയ മോഹങ്ങളൊന്നും ഉണ്ടാവില്ല. അതിന് ഞാൻ ആരെയാ വിവാഹം ചെയ്യാം? അങ്ങ് ദേവഹൂതി എന്ന മനുപുത്രിയെ വിവാഹം ചെയ്യണം. അതില് 9 പെൺകുട്ടികൾ അങ്ങയ്ക്കുണ്ടാകും, 10ാമത് ഞാൻ തന്നെ അങ്ങയുടെ മകനായിട്ട് അവതരിക്കും എന്ന് ഭഗവാൻ കർദമനെ അനുഗ്രഹിച്ചു. അങ്ങനെ തൻ്റെ ആശ്രമത്തിൽ കർദമ പ്രജാപതി തപസ് തുടർന്നു. ഈ സമയത്താണ് സ്വയംഭൂമനു തൻ്റെ മകളായ ദേവഹൂതിയെ കൂട്ടി കർദമ പ്രജാപതിയുടെ ആശ്രമത്തിലേക്ക് വന്നു ചേരുന്നത്. തേജസ്സോടുകൂടിയ ആ കർദമ പ്രജാപതിയുടെ മുൻപില് തൻ്റെ മകളെ കൂട്ടിയത സ്വയംഭൂമനു എത്തിച്ചേർന്നു എന്ന് മാത്രല്ല, ചെന്ന് ആ കർദമന്റെ പാദത്തിലേക്ക് വീണ് നമസ്കരിച്ചു. കർദമ പ്രജാപതി അവരുടെ ആഗമനോദ്ദേശം അറിയും എങ്കിലും ചോദിച്ചു, എന്താണ് വരാൻ കാരണം, എന്തിനാ ആശ്രമത്തിലേക്ക് വന്നത് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഇത് എൻ്റെ മകളായ ദേവഹൂതി, ഇവളെ ഞാൻ അങ്ങയ്ക്ക് വിവാഹം ചെയ്തു തരണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്, അങ്ങ് ഇവളെ സ്വീകരിക്കണം. ഇത് പറഞ്ഞപ്പോൾ കർദമ പ്രജാപതി പറഞ്ഞു, ഹേ സ്വയംഭൂമനു, ഭഗവാന്റെ ഇച്ഛയാണ് ഞാൻ ഗൃഹസ്ഥാശ്രമത്തിലേക്ക് പ്രവേശിക്കുന്നത്. ഭഗവാന്റെ അനുഗ്രഹം കൊണ്ടാണ് ഞാനിത് ഒരു വിവാഹം കഴിക്കാൻ തീരുമാനിച്ചത്. എനിക്ക് ചില നിബന്ധനകളൊക്കെ ഉണ്ട്. എൻ്റെ ജീവിതം ഭഗവാന് സമർപ്പിക്കേണ്ടതാണ് എനിക്ക്. അതുകൊണ്ട് തന്നെ വിവാഹം ചെയ്ത് ഒരു സന്താനമുണ്ടായിക്കഴിഞ്ഞാൽ ഞാൻ തപസ് ചെയ്യാനായിട്ട് വനത്തിലേക്ക് പോകും. അത് സമ്മതാണെങ്കിൽ മാത്രം വിവാഹം ചെയ്യാം. അല്ലേ? സമ്മതിക്കുമോ സ്വതവേ? ഇവിടെ സമ്മതിച്ചു എന്ന കാരണം കർദമ പ്രജാപതിയുടെ ആ വൈഭവം അറിയുന്നതായ സ്വയംഭൂമനു സമ്മതിച്ചു, ദേവഹൂതിയും സമ്മതിച്ചു. അങ്ങനെ കർദമ പ്രജാപതിയുടെ ആശ്രമത്തിൽ വെച്ച് ദേവഹൂതിയെ അദ്ദേഹം വിവാഹം ചെയ്തു. ഭാഗവതം പറയുന്നത് ആദ്യോ വൈവാഹികോ വിധി എന്നാണ്. വിധിപ്രകാരം നടന്ന ആദ്യത്തെ വിവാഹം, കന്യാദാനം ഇതാണത്രേ. അപ്പൊ വിവാഹം വളരെ ലളിതമായി, പ്രാർത്ഥനയോടെ, ലളിതമായി, ഭക്തിയോടെ ഒക്കെ വേണം എന്നാണ് ഭാഗവതം പറയുന്നത്. വിവാഹ സമയത്ത് എന്താണോ ആ വിവാഹത്തിന്റെ അന്തരീക്ഷം, അതായിരിക്കും അവിടുന്ന് അങ്ങോട്ടും ഉണ്ടാവുക. ശാന്തമായ അന്തരീക്ഷത്തിൽ വിവാഹം ചെയ്താൽ അവിടുന്ന് അങ്ങോട്ടുള്ള ജീവിതത്തിലും കുറച്ചൊക്കെ ശാന്തിയും സമാധാനവും ഉണ്ടാവും. അല്ല ഇന്നത്തെ കാലത്തെ പോലെ കല്യാണം ഒന്നല്ലേ കഴിക്കണുള്ളൂ വെച്ച് അടിപൊളിയായിട്ട് കല്യാണം കഴിച്ചാൽ അവിടുന്ന് അങ്ങോട്ടുള്ള ജീവിതത്തിലും അടിയും പൊളിയും ഒക്കെ ഉണ്ടാവും. അപ്പോ എല്ലാ തരത്തിലും ഇവിടെ വിവാഹം വളരെ ലളിതമായി ഭക്തിയോടെ വേണ്ടതാണ് എന്ന് കർദമൻ കാട്ടിത്തന്നു. കർദമ പ്രജാപതിയെ വിവാഹം ചെയ്ത് അച്ഛനമ്മമാരെ യാത്രയാക്കുമ്പോൾ ദേവഹൂതി കരഞ്ഞു എന്നൊക്കെയാണ് ഭാഗവതം പറയുന്നത്. അങ്ങനെ അച്ഛനമ്മമാരെ യാത്രയാക്കി ദേവഹൂതി തിരിച്ചു വരുമ്പോഴേക്കും കണ്ട കാഴ്ച എന്താ? തൻ്റെ ഭർത്താവ് കണ്ണടച്ച് തപസ് തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ എപ്രകാരാണോ കൈലാസനാഥനായ മഹാദേവനെ അംബികാദേവി പാർവതീദേവി ശുശ്രൂഷിച്ചത്, അതേ ഭാവത്തില് ഭവാനീവ ഭവം പ്രഭും. ഇനി ഇതിനപ്പുറം ഒരു ഉദാഹരണം പറയാനില്ല മൈത്രേയന്. കൈലാസേശ്വരനായ ആ പരമേശ്വരനെ എപ്രകാരം പാർവതീദേവി ശുശ്രൂഷിച്ചുവോ അതേ ഭാവത്തില് മഹാതപസ്വിയായ തൻ്റെ പതിയായ കർദമനെ ദേവഹൂതി യാതൊരു പരാതിയും പരിഭവവും ഇല്ലാതെ ശുശ്രൂഷിച്ചു. എത്രയോ കാലം കഴിഞ്ഞിട്ടാണത്രേ കർദമൻ കണ്ണൊന്നും തുറന്നത്. കണ്ടത് തൻ്റെ മുൻപില് നിൽക്കുന്ന ദേവഹൂതിയെ. അത്ഭുതം തോന്നി കർദമന്. ഇത്ര കാലം ഒരു പരാതിയും പരിഭവവും പറയാതെ ഇങ്ങനെ തന്നെ ശുശ്രൂഷിച്ചുവല്ലോ ദേവഹൂതി, ഇവളെ ഒന്ന് അനുഗ്രഹിക്കണം. കർദമൻ ദേവഹൂതിയോട് പറഞ്ഞു, തുഷ്ടോഹമദ്യ തവ മാനവിമാനദായ ശുശ്രൂഷയാ പരമയാ പരയാ ച ഭക്തിയാ. ഹേ ദേവഹൂതി,
വളരെ നന്നായി കേട്ടോ. നിന്റെ ശുശ്രൂഷയിൽ ഞാൻ വളരെയധികം സന്തോഷിക്കുന്നു. കാരണം നീ എനിക്ക് അനുകൂലയായിട്ട് നിന്നുവല്ലോ. ഭർത്താവിനെ ധാർമ്മികമായ പാതയിലേക്ക് കൊണ്ടുവരുന്നവള്, ഭർത്താവിൻ്റെ ധർമ്മപാതയിൽ ഭർത്താവിന് താങ്ങായി ഭർത്താവിനോടൊപ്പം നിൽക്കുന്നവള്, അവളാണ് ആര്? സഹധർമ്മിണി. നീയാണ് യഥാർത്ഥത്തിൽ ധർമ്മപത്നി, സഹധർമ്മിണി. ഇന്നെനിക്ക് ഭഗവാനെ ഇങ്ങനെ സേവിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അത് ധർമ്മപത്നിയായ നിന്റെ ഈ ഒരു അനുഗ്രഹം തന്നെയാണ്. അതുകൊണ്ട് നിന്റെ ശുശ്രൂഷയിൽ ഞാൻ വളരെയധികം സന്തോഷിച്ചിരിക്കുന്നു. എന്ത് മോഹമുണ്ടെങ്കിലും നീ പറഞ്ഞോളൂ, ഞാൻ സാധിപ്പിച്ചു തരാം. കർദമൻ ഇങ്ങനെ പറഞ്ഞപ്പോൾ ദേവഹൂതി പറഞ്ഞു, വിവാഹം കഴിഞ്ഞാൽ സ്വതവേ വിവാഹം കഴിഞ്ഞു വരുന്ന ഒരു പെൺകുട്ടിക്കുള്ള മോഹം എന്താ? കുട്ടികളുണ്ടാവുക, അവരെ വളർത്തുക, നല്ലൊരു കുടുംബം ഉണ്ടാവുക, ഇതൊക്കെയല്ലേ? ശരി, എന്നാൽ ഇനി കുറച്ച് അത്തരത്തിലുള്ളതായ സുഖം കൂടി അനുഭവിക്കാം എന്ന് പറഞ്ഞ് ആ കർദമ പ്രജാപതി തൻ്റെ തപശക്തി കൊണ്ട് അവിടെ ഒരു വിമാനമുണ്ടാക്കി. ഈ വിമാനത്തിനെ കുറിച്ച് തന്നെ ഭാഗവതത്തിൽ വളരെ ഗംഭീരമായിട്ട് പറയുന്നുണ്ട്. അതിൻ്റെ ഭിത്തികളൊക്കെ വജ്രം കൊണ്ട്, അതിൻ്റെ നിലം രത്നം പതിപ്പിച്ചത്, അതിനകത്താണെങ്കിലോ സർവകാല സുഖാവഹം. ആ വിമാനത്തിനകത്ത് നീന്തൽക്കുളങ്ങളുണ്ട്, കൊട്ടാരങ്ങളുണ്ട്, ഉദ്യാനങ്ങളുണ്ട്. പിന്നെ ഈ വിമാനത്തിന് വേറൊരു പ്രത്യേകതയുണ്ട് എന്ന് പറയുന്നു ഭാഗവതം. എന്താ പ്രത്യേകത? ഇത് വെള്ളത്തിൽ കൂടി ഒഴുകും, ആകാശത്തു കൂടി പറക്കും, ഭൂമിയിൽ കൂടിയിട്ട് ഓടും. അല്ലേ? 3 in 1 എന്ന് പറയണില്ലേ? ഇങ്ങനെ എല്ലാ തരത്തിലുള്ള സുഖസൗകര്യങ്ങളോടും കൂടിയ വിമാനം പോരാ, ആ വിമാനത്തിന് എത്ര വേഗതയുണ്ട്! ഇന്നിപ്പോ ശബ്ദത്തിന്റെ വേഗതയിൽ പോകുന്ന വിമാനങ്ങള്, അല്ലേ, പ്രകാശത്തിന്റെ വേഗതയിൽ പോകുന്ന വിമാനങ്ങള്, സൂപ്പർ സോണിക് വിമാനങ്ങൾ ഒക്കെ നമ്മൾ കണ്ടുപിടിച്ചിട്ടൊക്കെ ഉണ്ട്. പക്ഷേ ഭാഗവത അവതരിപ്പിക്കുന്ന വിമാനത്തിന്, ഈ കർദമനുണ്ടാക്കിയ വിമാനത്തിന് വേഗത എത്രയാ അറിയോ? ഏറ്റവും അധികം വേഗതയുള്ളതാ. ഈ ലോകത്തിൽ ഏറ്റവും അധികം വേഗത ഏതിനാ? ഏറ്റവും അധികം വേഗത്തിൽ സഞ്ചരിക്കുന്നത് പ്രകാശാണ്, ശബ്ദമാണ് എന്നൊക്കെ പറയും. എന്നാൽ ഭാഗവതം പറയണു ഇതൊന്നല്ല, പിന്നെയോ മനസ്സാണ്. അല്ലേ? ഇവിടെ ഇരുന്നിട്ട് എനിക്ക് ഇപ്പം വേണമെങ്കിൽ അമേരിക്ക പോയിട്ട് വരാം, ഇവിടെ ഇരുന്നിട്ട് എനിക്ക് ബോംബെ പോയിട്ട് വരാം, ഇവിടെ ഇരുന്നിട്ട് എനിക്ക് വീട്ടിൽ പോയിട്ട് വരാം. മനസ്സ്. അപ്പോ ഈ കാമകം എന്നുള്ള വിമാനം ഉണ്ടല്ലോ, മനസ്സിന്റെ വേഗതയിൽ സഞ്ചരിക്കേണ്ട വിമാനം. മനസ്സുകൊണ്ട് കുബേരപുരിയായ അളകാപുരിയിൽ എത്തട്ടെ എന്ന് പറഞ്ഞാൽ അവിടെ എത്തിയിട്ടുണ്ടാവും. ദേവേന്ദ്രന്റെ വൈഭ്രാജകം, നന്ദനം, വൈഭ്രാജകം തുടങ്ങിയ ഉദ്യാനങ്ങളിൽ എത്തട്ടെ എന്ന് വിചാരിക്കുമ്പോഴേക്കും അവിടെ എത്തിയിട്ടുണ്ടാവും. അങ്ങനെ അതിസുന്ദരമായിട്ടുള്ള കാമകം എന്ന വിമാനത്തെ സൃഷ്ടിച്ചു കർദമൻ. തൻ്റെ തപശക്തി കൊണ്ട് ശരീരത്തെ യൗവനഭാവത്തിലേക്ക് മാറ്റി സുന്ദരനായി മാറി. ദേവഹൂതിയോ അല്ലെങ്കിലേ സുന്ദരിയാ ദേവഹൂതി. പണ്ട് ദേവഹൂതിയുടെ സൗന്ദര്യം കൊണ്ടൊരു ഗന്ധർവൻ തലചുറ്റി വീണു എന്നൊക്കെ പറയുന്നുണ്ട്. അത്ര സൗന്ദര്യം ദേവഹൂതിക്കുണ്ട്. ആ ദേവഹൂതി അടുത്തുള്ളതായ തീർത്ഥക്കുളത്തിൽ നിന്ന് മുങ്ങി നിവർന്നപ്പോൾ ദേവനാരിമാര് പോലും തോൽക്കുന്നതായ സൗന്ദര്യത്തിലേക്ക് എത്തി. സുന്ദരിയായ ദേവഹൂതിയെ കൂട്ടി ആ സുന്ദരനായ കർദമ പ്രജാപതി വിമാനത്തിലേക്ക് അവിടെ കയറി പറക്കാൻ തുടങ്ങിയെന്ന്. ഈ പ്രപഞ്ചത്തിൽ ഇനി അവർ പോവാനൊരു സ്ഥലം ബാക്കിയില്ല. ഇന്നിപ്പോൾ കല്യാണം കഴിഞ്ഞാൽ ഉടനെ ഭാര്യയും ഭർത്താവും കൂടി ഒരു യാത്ര പോവുക, ഇങ്ങനൊരു പതിവുണ്ടല്ലോ. അത് ഇന്ന് തുടങ്ങിയതല്ല, മുമ്പേ ഉണ്ട്. കർദമനും ദേവഹൂതിയും കൂടി അങ്ങനെ യാത്ര പുറപ്പെട്ടു. ഭാഗവതത്തെ പറയണു, ഈ യാത്രയിൽ ഇവർ കണ്ട പല സ്ഥലങ്ങളും, അതിൽ ദേവഹൂതിക്ക് കർദമ പ്രജാപതി ഒരു കാഴ്ച കാണിച്ചു കൊടുത്തു എന്നാ. എന്താ കാഴ്ച കാണിച്ചു കൊടുത്തത്? പ്രേക്ഷയിത്വാ ഭുവോഗോളം പത്നീയാവാൻ സ്വസംസ്ഥയാ ബഹ്വാശ്ചര്യം മഹായോഗി സ്വാശ്രമായ നിവർത്തത.
ഈ വിമാനത്തിൽ ഇങ്ങനെ ഈ പ്രപഞ്ചത്തിൽ കൂടി ദേവഹൂതിയോടൊപ്പം കർദമൻ സഞ്ചരിക്കുന്ന സമയത്ത് കർദമ പ്രജാപതി ദേവഹൂതിയോട് പറഞ്ഞു, ഹേ ദേവഹൂതി, ദൂരത്തേക്ക് നോക്കൂ, ഇതാ അവിടെ ദൂരത്തായിട്ട് നീ ഒരു ഉണ്ട കാണണില്ലേ? ഒരു ബോള് പോലെ ഒരു സാധനം, ഒരു പന്ത് പോലെ ഒരു സാധനം, ഒരു ഗോളാകൃതിയിലുള്ള ഒരു സാധനം കാണുന്നില്ലേ? അപ്പൊ ദേവഹൂതി പറഞ്ഞു, ആ കാണുന്നുണ്ട്. എന്താ അത് സാധനം എന്നറിയോ? എന്താ അത്? ഭുവോഗോളം. ആ കാണുന്നതാണ് എന്ത്? ഭൂമി. ഗോളാകൃതിയിലുള്ള ആ സാധനാണ് എന്ത്? ഭൂമി എന്ന് കർദമ പ്രജാപതി എന്നോ ഭാഗവതത്തിൽ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പൊ ആലോചിച്ച് നോക്കുക, ഭൂമി ഉരുണ്ടതാണെന്ന് കണ്ടുപിടിച്ചത് ഏതോ ഒരു സായിപ്പിന്റെ കഴിവാണ് എന്നാണ് നമ്മളെയൊക്കെ ആധുനിക വിദ്യാഭ്യാസം പഠിപ്പിച്ചത്. എന്നാൽ നമ്മുടെ പൂർവികന്മാരായ ഭാരതത്തിലെ ഋഷീശ്വരന്മാര് ഈ പറഞ്ഞ പ്രപഞ്ചത്തെ മുഴുവനും ഇൻസാറ്റ് അയച്ചിട്ട് ഇന്ന് കണ്ടുപിടിക്കുന്നതൊക്കെ ഇൻസൈറ്റ് കൊണ്ട്, അകക്കണ്ണ് കൊണ്ട് കണ്ടുപിടിച്ചവരാണ്. ജ്യോതിശാസ്ത്രവും വാന നിരീക്ഷണ ശാസ്ത്രവും വ്യോമശാസ്ത്രവും ഒക്കെ നമ്മുടെ ഉള്ളില്, നമ്മുടെ കയ്യിലുണ്ട്. അപ്പം അത്രയ്ക്ക് മഹത്വമുള്ളതാണ് നമ്മുടെ ഭാരതത്തിൻ്റെ പൈതൃകം എന്ന് മനസ്സിലാക്കുക അല്ലേ. പക്ഷെ നമുക്ക് ഈ ഭാരതത്തിൽ കണ്ടുപിടിച്ചത്, നമ്മൾ കണ്ടുപിടിച്ചത് എന്ന് പറഞ്ഞാൽ എന്തോ അതിനൊരു കുറവാ. ഏതെങ്കിലും വിദേശി കണ്ടുപിടിച്ചാൽ, ഏതെങ്കിലും വിദേശ രാജ്യത്ത് കണ്ടുപിടിച്ചാൽ അപ്പോൾ നമ്മളതിനെ അംഗീകരിക്കും. പണ്ടേയുള്ള കാര്യമാണ് എന്ത്? രാവിലെ കുറച്ച് തുളസി തീർത്ഥം സേവിക്കുക, വീട്ടിൻ്റെ മുമ്പിലൊരു തുളസിത്തറ വയ്ക്കുക, തുളസിയെ പൂജിക്കുക, ഇതൊക്കെ പണ്ടേയുള്ള കാര്യമാണ്. അത് നമുക്ക് അത്ര വില തോന്നിയില്ല. ഇപ്പോൾ തുളസിയെ പോലെ ഔഷധം വേറൊന്നിനുമില്ല എന്ന് പറഞ്ഞ് കുറേ കമ്പനിക്കാരങ്ങ് ഇറങ്ങിയപ്പോൾ തുളസിയുടെ ചിത്രം വച്ചാൽ തന്നെ നമുക്ക് പൈസ കൊടുത്തു വാങ്ങാൻ ഒരു നാണക്കേടുമില്ല. കാരണം എന്താ? അത് സായിപ്പ് പറഞ്ഞപ്പോൾ നമ്മൾ സമ്മതിച്ചു. അപ്പം ഇതാണ് നമ്മുടെ ഒരു മഹത്വം. ഭാരതത്തിൽ ഉള്ള എല്ലാ കാര്യങ്ങളും ഇന്ന് വിദേശത്തേക്ക് കൊണ്ടുപോയി അവരെന്ത് ചെയ്യുന്ന വെച്ചാൽ അവർ അതിൻ്റെ പുറത്ത് പുതിയ നിറവും പുതിയ ലേബലും ഒക്കെ ഒട്ടിച്ചിട്ട് തിരിച്ച് നമ്മുടെ ഭാരതത്തിൽ തന്നെ കൊണ്ടുവരുമ്പോൾ നമ്മൾ വിഡ്ഢികൾ അവർ കണ്ടുപിടിച്ചതെന്നും പറഞ്ഞ് വാങ്ങി കഴിക്കുകയും ചെയ്യും. പക്ഷേ ഇതൊക്കെ നമ്മുടെ ഭാരതത്തിൻ്റെ മഹിമ തന്നെയാണ്. ഇന്ന് ലോകം മുഴുവനും ഈ ഭാരതത്തെ ഗുരുനാഥൻ്റെ സ്ഥാനത്തിരുന്ന് ബഹുമാനിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ പൂർവികന്മാരായ ഋഷീശ്വരന്മാരുടെ ശ്രേഷ്ഠതയാണ് എന്ന് ഇത്തരം സന്ദർഭങ്ങളിൽ ഓർക്കാൻ സാധിക്കട്ടെ. ഭൂമിദേവി ഭൂമിയെ ഗോളാകൃതിയിലായിട്ട് ഇതാ കാണിച്ചു കൊടുത്ത് അനേക കാലം കർദമനും ദേവഹൂതിയും ആ വിവാഹ സുഖങ്ങൾ, ദാമ്പത്യ സുഖങ്ങളൊക്കെ അനുഭവിച്ചു. അപ്പൊ മറ്റൊന്നുകൂടി നമുക്ക് മനസ്സിലാക്കാം. ഈ ഋഷീശ്വരന്മാര് അവര് വിചാരിച്ചാൽ ഇന്ന് നമുക്ക് ഉള്ളതിനേക്കാളും സുഖസൗകര്യങ്ങൾ അവർക്ക് കിട്ടും. പക്ഷേ ഉണ്ടായിട്ടും അതിന് വേണ്ടാന്ന് വെച്ച മഹത്വമാണ് അവരുടെ വൈഭവം. എല്ലാ തരത്തിലും ദേവഹൂതിക്ക് സകല സുഖങ്ങളും കൊടുത്ത് ആ യാത്ര അവസാനിപ്പിച്ച് തിരിച്ച് ആശ്രമത്തിലേക്ക് എത്തി കർദമനും ദേവഹൂതിയും. അപ്പോഴേക്കും അവർക്ക് 9 പെൺകുട്ടികൾ ഉണ്ടായി ആ ദാമ്പത്യ ജീവിതത്തിൽ നിന്ന്. കർദമ പ്രജാപതി പറഞ്ഞു ദേവഹൂതിയോട്, അല്ല, ഒരു കുട്ടി ഉണ്ടായാൽ കാട്ടിലേക്ക് പോവും തപസ് ചെയ്യാന്ന് പറഞ്ഞ ആളാ ഞാൻ. ഇപ്പോ 9 മക്കളായിരിക്കുന്നു. എന്തൊരു അത്ഭുത ഇത്! ഒരു കാര്യം എനിക്ക് ഉറപ്പായി. എന്താ ഉറപ്പായത്? ഈ സുഖം എന്നുള്ളത് അനുഭവിച്ചിട്ട് മതിന്ന് പറയലുണ്ടാവില്ല ഒരാളും. കണ്ണുകൊണ്ട് എത്ര കണ്ടാലും ആരെങ്കിലും പറയോ ഇനിയൊന്നും എനിക്ക് കാണണ്ടാന്ന്? ഇല്ല. കണ്ണിൻ്റെ ഉള്ളിൽ ചില്ലിട്ടിട്ട് കാണാൻ പറ്റുമെന്നാണ് നമ്മൾ നോക്കുന്നത്. ചെവി കൊണ്ട് എത്ര കാലമായി കേൾക്കാൻ തുടങ്ങിയിട്ട് എന്തൊക്കെ കേട്ടു, മതി ഇനി കേട്ടത് എന്ന് പറയോ? ഇല്ല. കേൾക്കുന്തോറും പുതിയത് പുതിയത് കേൾക്കണം, കഴിക്കും തോറും പുതിയത് കഴിക്കണം. അപ്പോ ഇങ്ങനെ ഇന്ദ്രിയ സുഖങ്ങൾക്ക് ഒരറുതിയില്ല, ഒരവസാനില്ല. അഗ്നിരാഹുതി പ്രിയത. തീ കെടുത്താൻ നെയ്യെടുത്തൊഴിച്ചാൽ എന്താ ഉണ്ടാവുക? കെടുന്നൊക്കെ നമ്മൾ വിചാരിക്കും, പക്ഷെ കൂടുതൽ ആളിക്കെത്തുക ചെയ്യുക. അപ്പോൾ ഇന്ദ്രിയ സുഖങ്ങൾ അനുഭവിക്കുന്തോടും അത് കൂടുതൽ അനുഭവിക്കണം എന്ന് തോന്നുന്നല്ലാണ്ട് അതിലൊരു മടുപ്പുണ്ടാവില്ല. അതുകൊണ്ട് ഹേ ദേവഹൂതി, 9 പെൺകുട്ടികൾ നമുക്ക് ആയല്ലോ, ഇനി ഞാനിവിടെ നിൽക്കുന്നില്ല, ഭഗവാനെ തപസ് ചെയ്യാൻ പോവാണ് എന്ന് പറഞ്ഞപ്പോൾ ദേവഹൂതി പറഞ്ഞു, അങ്ങനെ പോവരുത്.
ഈ 9 പെൺകുട്ടികളെ വിവാഹം ചെയ്ത് കൊടുത്താൽ എനിക്കും ഭഗവാനിലേക്ക് എത്തണ്ടേ, എനിക്കും ഭഗവാന്റെ അടുത്തേക്ക് എത്തണ്ടേ? അതുകൊണ്ട് ഭഗവാനിലേക്ക് ഒരു വഴി പറഞ്ഞു തരാൻ, ഭഗവാനിലേക്ക് എന്നെ എത്തിക്കാൻ എനിക്കൊരു പുത്രൻ കൂടി വേണം എന്നൊരു മോഹം പറഞ്ഞപ്പോഴാണ് പണ്ട് തൻ്റെ മുൻപിൽ അവതരിച്ച ഭഗവാൻ 10ാമതായിട്ട് പുത്രനായി ഞാൻ തന്നെ അങ്ങയുടെ മുൻപിൽ അവതരിക്കുമെന്ന് പറഞ്ഞത്. ആ ഒരു വാക്ക് ഓർമ്മിച്ചു. വീണ്ടും ആ ദാമ്പത്യ ജീവിതം ആ ദമ്പതിമാരവിടെ ധന്യമായിട്ട് തുടർന്നു. ഈശ്വര സ്മരണയോട് കൂടിയിട്ടുള്ളതായ ആ ദാമ്പത്യ ജീവിതത്തിൽ ദേവഹൂതി ദേവി ഗർഭം ധരിച്ചു. യഥാകാലം യാഗശാലയിൽ എപ്രകാരമാണോ അരണി കടഞ്ഞാൽ അഗ്നി ജ്വലിക്കുന്നത്, അതേ ഭാവത്തിൽ കർദമന്റെയും ദേവഹൂതിയുടെയും പുത്രനായി സാഖ്യയോഗത്തിന്റെ ആചാര്യനായിട്ട് ഭഗവാൻ കപിലവാസുദേവൻ എന്ന പേരിൽ ഒരു യോഗീശ്വരനായിട്ട് അവതാരം ചെയ്തു. യോഗീശ്വരനായി താപസവേഷത്തോടുകൂടി ശോഭിക്കുന്ന ആ കപിലവാസുദേവനെ കർദമനും ദേവഹൂതിയും ബ്രഹ്മാദിദേവന്മാരും വന്ന് നമസ്കരിച്ചു. ഇനി ആ കപിലവാസുദേവൻ തൻ്റെ അമ്മയായ ദേവഹൂതിക്ക് കൊടുക്കുന്ന ഭാഗവത ധർമ്മോപദേശങ്ങൾ, യോഗോപാസനയെക്കുറിച്ച് ഉപദേശിക്കുന്ന ഭാഗവതത്തിലെ സുപ്രധാനമായ കപിലോപദേശം, കാപിലേയം എന്ന പ്രകരണമാണ് നമുക്ക് അനുസ്മരിക്കാനുള്ളത്. അടുത്ത പ്രഭാഷണ വേളയിൽ ഇപ്പോൾ ഇവിടെ നിർത്തുകയാണ്. 9:30-ക്ക് ശേഷമായി പാരായണം തുടരും. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ.